മനുഷ്യൻ്റെ ജീവിതം ധന്യമാണ്, ബഹുമാന്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ അങ്ങനെയാണ് സൂചിപ്പിച്ചത്. മനുഷ്യജീവിതം എന്നത് ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും മൂല്യമുള്ള, ഏറ്റവും അനുഗ്രഹീതമായ ജീവിതമാണ്. മനുഷ്യജീവിതം രൂപപ്പെടുന്നതിലെ സുപ്രധാനമായ ഒരു ഭാഗം നിർവഹിക്കുന്നത് കുടുംബത്തിൽ നിന്നാണ്. ഒരു രാജ്യം ഉണ്ടാകുന്നത് സമൂഹങ്ങൾ ചേർന്നിട്ടാണ്. സമൂഹങ്ങൾ എന്നത് കുടുംബങ്ങൾ ചേർന്നിട്ടുള്ളതാണ്. കുടുംബത്തിലെ മർമ്മപ്രധാനമായ ഒരു ഭാഗം നിർവഹിക്കുന്നത് ഒരു കുടുംബിനെയാണ്. ഒരു കുടുംബനാഥ എന്നത് വലിയ ഒരു മഹത്വമുള്ള, ഏറ്റവും ക്രിയേറ്റിവിറ്റിയുള്ള, നിർമ്മാണാത്മകതയുള്ള ഒരു ഇടപെടലാണ്. ഒരു സോഷ്യൽ എൻജിനീയറിങ്ങിൽ, ഒരു സാമൂഹ്യ സൃഷ്ടിപ്പിൽ ഏറ്റവും മഹത്വമുള്ള ഒരു ഭാഗം നിർവഹിക്കുന്നത് ഒരു കുടുംബനാഥയാണ്. ഈ സദസ്സിൽ സംസാരിക്കുന്ന സമയത്ത് നേരത്തെ സൈനി ഉസ്താദ് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് ഒരു A4ഉം പേനയും നൽകുന്നുണ്ട്. പേനയും A4ഉം തിരിച്ചു നൽകാൻ തന്നെയാണ്. തിരിച്ചു നൽകുന്ന സമയത്ത് ആ A4ൽ നിങ്ങൾക്ക് ആവശ്യമാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ സ്വാധീനിക്കുന്ന അല്ലെങ്കിൽ ദുസ്വാധീനിക്കുന്ന, നിങ്ങളെ പ്രയാസപ്പെടുത്തുന്ന ഏതെങ്കിലും വിഷയങ്ങൾ ഇവിടെ സംസാരിക്കപ്പെടണം, വിഷയവിധേയമാകണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കതിൽ കുറിച്ച് തിരിച്ചു തരാവുന്നതാണ്. തുടക്ക സമയത്ത് തന്നെ നിങ്ങളുടെ കുറിപ്പുകൾ ലഭിക്കുകയാണെങ്കിൽ സംസാരത്തിനിടയിൽ അതുകൂടി പരാമർശിക്കാൻ ശ്രമിക്കാം എന്ന് നിങ്ങളോട് വാഗ്ദത്തം ചെയ്യുന്നു. എന്താണ് എഴുതേണ്ടത് എന്നുകൂടി തുടക്കത്തിൽ പറയാം. നമ്മുടെ ജീവിതം എന്നും തികഞ്ഞ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കാൻ നമുക്ക് പറ്റണം. നമ്മുടെ സമാധാനത്തിൻ്റെ യഥാർത്ഥ ഉത്തരവാദിയും അതിൻ്റെ യഥാർത്ഥ വക്താവും നാമാണ്. നമ്മുടെ സന്തോഷത്തിൻ്റെ യഥാർത്ഥ വക്താവ് നമ്മൾ തന്നെയാണ്. ജീവിതം സന്തോഷിക്കാനും സമാധാനിക്കാനുമുള്ളതാണ്, പ്രയാസപ്പെടാനോ ദുഃഖിക്കാനോ ഉള്ളതല്ല, മുഷിഞ്ഞിരിക്കാനുള്ളതല്ല. ലാ തഹിനു വലാ തഹസനു, നിങ്ങൾ ദുഃഖിച്ചും വിഷമിച്ചും മുഷിഞ്ഞും ഇരിക്കരുത് എന്നാണ് അള്ളാഹു ഈമാനുള്ളവരോട് നിർദ്ദേശിച്ചിരിക്കുന്നത്. നമ്മളൊക്കെ ഈമാനുള്ളവരാണല്ലോ. അതുകൊണ്ട് മുഷിഞ്ഞും ദുഃഖിച്ചും ജീവിക്കരുത്. അങ്ങനെ ജീവിക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ നാം എവിടെയാണ് തിരുത്തലുകൾ വരുത്തേണ്ടത് എന്ന് നമുക്ക് ചർച്ചയിൽ കൊണ്ടുവരാം. അതൊരു പക്ഷേ നമ്മുടെ ജീവിതത്തിലേറെ ഉപകാരപ്പെട്ടേക്കും. ഒറ്റവാക്കിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഞാൻ തുടക്കത്തിലേ പറഞ്ഞതുപോലെ, ഫഇന്ന മഅൽ ഉസ്രി യുസ്ര. ഖുർആൻ വളരെ വ്യക്തമായി പറഞ്ഞ ഒന്നാണ്. ഒരു സങ്കടം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലുണ്ടെങ്കിൽ രണ്ട് സന്തോഷം, എത്രയോ മടങ്ങ് സന്തോഷം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലുണ്ട്. ഒരു പ്രയാസമുണ്ടെങ്കിൽ രണ്ട് എളുപ്പം മനുഷ്യൻ്റെ ജീവിതത്തിലുണ്ട്. മനുഷ്യൻ്റെ ജീവിതത്തെക്കുറിച്ച് പരിശുദ്ധ ഖുർആൻ നിർവചിച്ചത്, വരച്ച് കാണിച്ചത് തുമ്മ സബീല യസ്സറഹു എന്നാണ്. ജീവിതത്തെ അല്ലാഹു എളുപ്പവൽക്കരിച്ചിരിക്കുന്നു. ഈ എളുപ്പവൽക്കരിച്ച ജീവിതത്തെ അനാവശ്യമായി പ്രയാസപ്പെടുത്താതെ, പ്രയാസങ്ങൾ വാരി വലിച്ച് ജീവിതത്തിലേക്കിട്ട് ആ പ്രയാസങ്ങളുടെ തോയിയായി കഴിയാതെ എപ്പോഴും നല്ലൊരു സന്തോഷമുള്ള സമാധാനമുള്ള ജീവിതം നയിക്കണം എന്നതാണ്. ഇതിന് വിപരീതമായി അപവാദമായി നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അനുഭവിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പരിഹരിക്കാവുന്നതേ ഉള്ളൂ. പരിഹരിക്കാനുള്ളതാണ് അറിവ്. ഈ വേദിയിലും നമ്മെ കഴിഞ്ഞ കാലങ്ങളിലേറെ താലോലിക്കുകയും വളർത്തുകയും ചെയ്ത നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാപനം ആ ഒരു ചുവടാണ് ഉദ്ദേശിച്ചത് എന്ന് തുടക്ക ഇടപെടലുകളിലെല്ലാം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ ഏതാനും ചില വിഷയങ്ങൾ പരാമർശിച്ച്
കുറഞ്ഞ സമയം നിങ്ങളുടെ കൂടെ ചെലവഴിക്കാമെന്ന് കരുതുന്നു. അതിലൊന്ന്, ജീവിതത്തെക്കുറിച്ച് നമ്മുടെ കാഴ്ചപ്പാട് ആണ് പ്രധാനമായി രൂപപ്പെടുത്തേണ്ടത്. നിങ്ങൾക്കാർക്കെങ്കിലും ഈ കാഴ്ചപ്പാടുകൾ ഇല്ല എന്ന് നിങ്ങൾ എൻ്റെ സംസാരത്തിൽ കേൾക്കരുത്. നിങ്ങളെല്ലാവരും ഈ സദസ്സിൽ ഇരിക്കണം എന്ന് ഞാൻ പറയുന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാം ഈ സദസ്സിൽ നിൽക്കുന്നു എന്ന് അതിനർത്ഥമാക്കേണ്ടതില്ലല്ലോ. അതുപോലെ നമ്മുടെ ജീവിതം എപ്പോഴും സന്തോഷിക്കാനും സമാധാനിക്കാനും ഉള്ളതാണ് എന്നതിൻ്റെ ഒന്നാമത്തെ ഭാഗമാണ് നമ്മുടെ വിശ്വാസം. വിശ്വാസം എന്തിനാണ്? ഒരു മനുഷ്യന് വിശ്വാസം കൊണ്ട് എന്ത് നേട്ടമാണ് ഉണ്ടാകുന്നത്? നമുക്കൊരാളുണ്ട്, നമ്മെ പരിചരിക്കാനും നമ്മെ സംരക്ഷിക്കാനും ഒരാളുണ്ട് എന്ന ഒരു തോന്നൽ, അതൊരു സമാധാനമാണ്, അതൊരു സന്തോഷമാണ്. നമുക്ക് ഈ സദസ്സിലിരിക്കുന്ന സമയത്ത് ഈ സദസ്സ് കൺട്രോൾ ചെയ്യാനും നമുക്കാവശ്യമായ വല്ല വെള്ളമോ മറ്റേതെങ്കിലും വെളിച്ചമോ ആവശ്യമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മറ്റൊരു ഇടപെടൽ ആവശ്യമുണ്ടെങ്കിൽ, ഇത് കഴിഞ്ഞ് തിരിച്ചു പോകാൻ ഒരാവശ്യമുണ്ടെങ്കിൽ അതിനൊരാളുണ്ട് എന്ന ഒരു തോന്നലുണ്ടാകുമ്പോൾ നമുക്ക് സമാധാനമുണ്ടാകും. ഈ സദസ്സിലിരിക്കുന്ന ഒരാൾക്ക് തൻ്റെ വീട്ടിലേക്ക് ദൂരദിക്കിലേക്ക് തിരിച്ചു പോകാൻ കൂടെ ആരുമില്ല, അല്ലെങ്കിൽ കൂടെ സംവിധാനങ്ങളില്ല, വാഹനങ്ങൾ ലഭ്യമല്ല എന്ന് തോന്നിയാൽ ഈ ഇരിക്കുന്ന ഓരോ സമയവും ആശങ്ക ഉണ്ടാകും. സ്വാഭാവികമാണ്. അപ്പോൾ ഒരു മനുഷ്യൻ്റെ മനസ്സിലെ ഈ ഒരു വിശ്വാസം, ബിലീഫ്, അത് വളരെ അനിവാര്യതയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മൾ ഈമാനായി കരുതുന്നത്. അല്ലാഹു ഉണ്ട്, എന്നെയും എൻ്റെ പ്രപഞ്ചത്തെയും സൃഷ്ടിച്ച സൃഷ്ടാവുണ്ട് എന്ന വിശ്വാസം സത്യത്തിൽ സമാധാനിക്കാനുള്ളതാണ്, സന്തോഷിക്കാനുള്ളതാണ്, മാനസിക ആശ്വാസത്തിനുള്ളതാണ്. ഇനി എൻ്റെ അടുത്തൊരു ഭാഗം എനിക്ക് പറയാനുള്ളത്, നാം ജീവിക്കുന്ന സമയത്ത് നമുക്ക് സന്തോഷമുണ്ടാകാനും സമാധാനമുണ്ടാകാനും അനിവാര്യമായി നമ്മൾ കൂടെ ഉണ്ടാകേണ്ട മറ്റൊരു ബിലീഫ്, മറ്റൊരു വിശ്വാസം, മറ്റൊരു ധാരണ, അത് മനസ്സിലാകാൻ ഞാനൊരു സംഭവം പറയാം. ഈ അടുത്ത് കുറച്ചു മുമ്പായി ഒരു സഹോദരൻ, നല്ല ബിരുദധാരിയായ എഡ്യൂക്കേറ്റഡായ ഒരു സഹോദരൻ, അദ്ദേഹം വളരെ മുഷിഞ്ഞിരിക്കുന്നു. അദ്ദേഹം നമ്മുടെ ഒരു ട്രെയിനിങ് പ്രോഗ്രാമിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ, ജീവിതാനുഭവങ്ങൾ പങ്കുവെക്കുന്നതിനിടയിൽ അദ്ദേഹം പറഞ്ഞു, എൻ്റെ ഭാര്യ ഞാനുമായി മാനസികമായി പിരിഞ്ഞിട്ട് കുറേ കാലമായി, 3 അല്ലെങ്കിൽ 4 മക്കൾ ഉണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. അതിൽ എൻ്റെ ഓർമ്മ പിശകുണ്ടെങ്കിൽ 3 എന്നത് 4 എന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ആകാം, 3 or 4 മക്കളുണ്ട്. അവരുടെ പ്രശ്നം എന്താണ്? സമീപകാലത്ത് ഇവർ വ്യാപകമായി ട്രെയിനിങ് പ്രോഗ്രാമുകളിൽ പോകുന്ന ആളായിരിക്കെ തന്നെ ആകെ മാറിയിരിക്കുന്നു. അവരുടെ പദപ്രയോഗങ്ങളിൽ നിരന്തരം വരുന്നത്, കുറേ കാലമായി ഞാൻ മറ്റാർക്കോ വേണ്ടി ജീവിക്കുന്നു, ഇനി ഞാൻ എനിക്ക് വേണ്ടി ജീവിക്കുകയാണ്. എനിക്ക് വേണ്ടി ജീവിക്കുന്നതിൻ്റെ ഭാഗമായി ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നറിയോ? അവർക്ക് തോന്നുന്ന സമയം വീട്ടിൽ നിന്ന് പോകും. ദിവസങ്ങളോളം അവർ ക്ലാസ് എടുക്കാൻ പോകുന്നവരാണ്. ഈ ഇരിക്കുന്ന എൻ്റെ സദസ്സിലുള്ളവരെ പോലെ വേഷം ധരിക്കുന്നവരാണ്. ഞാൻ അങ്ങനെ പറയുന്നത്, എൻ്റെ ഈ സംസാരം അടുത്ത ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയകളിൽ വരും. ആ സമയത്ത് മറ്റാർക്കെങ്കിലും ദുർവ്യാഖ്യാനങ്ങൾക്കും അനാവശ്യ ചർച്ചകൾക്കും ഇടവരുത്താതിരിക്കാനാണ്, സദസ്സിലിരിക്കുന്നവർക്ക് വ്യക്തമാകാനുമാണ് ഞാൻ ഈ പദം ഇങ്ങനെ പ്രയോഗിച്ചത്. അവർ ഒരുപക്ഷെ ഇവിടെ ഞാൻ ഇനി പറയാൻ പോകുന്നത് മറച്ചാണ്, അഥവാ പ്രീ സ്കൂൾ സംവിധാനങ്ങൾ നടത്തിക്കൊണ്ടുപോകുന്ന ടീച്ചേഴ്സിന് ആവശ്യമായ ട്രെയിനിങ് നൽകുന്ന ഒരു ട്രെയിനർ കൂടിയാണ്. മനഃശാസ്ത്രത്തിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ബിരുദമുള്ള ആളുമാണ്. അങ്ങനെയുള്ള ഒരു സഹോദരിയുടെ വാക്കാണ് ഇപ്പം ഞാൻ പറയുന്നത്. ഞാൻ ഇനി എനിക്ക് വേണ്ടി ജീവിക്കാൻ പോവുകയാണ്. എനിക്ക് വേണ്ടി ജീവിക്കുന്നതിൻ്റെ ഭാഗമായി ചെയ്യുന്നത്, ദിവസങ്ങളോളം ഭർത്താവല്ലാത്ത മറ്റൊരു അന്യപുരുഷൻ്റെ കൂടെ ഒന്നിച്ച് യാത്രകൾ ചെയ്യുന്നു, ഒന്നിച്ച് പ്രോഗ്രാമുകൾക്ക് വേണ്ടി പോകുന്നു. സ്വന്തം കുഞ്ഞിനെ
സ്വന്തം മകനെ അതിക്രൂരമായി പലപ്പോഴും ആക്രമിക്കുന്നു, നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി അതിക്രൂരമായി പീഡിപ്പിക്കുന്നു. നിസ്സാര കാരണങ്ങൾ കിട്ടുമ്പോഴെല്ലാം മക്കളെ ക്രൂരമായി ആക്രമിക്കുകയും മറ്റുമൊക്കെ ചെയ്യുന്നു. അവസാനം ഭർത്താവിനോട് പറയുന്നത്, ഭർത്താവ് നിർമ്മിച്ച വീട്ടിൽ നിന്ന് നിങ്ങൾ ഇറങ്ങിപ്പോകണം, ഇത് എൻ്റെ വീടാണ് എന്ന് പറയുന്നു. ഭർത്താവ് പറഞ്ഞു, ഞാൻ എൻ്റെ മക്കളെ ആലോചിച്ച് ഒരുപാട് ക്ഷമിച്ചു, അനാവശ്യമായ പദപ്രയോഗങ്ങൾ നടത്താതിരിക്കാൻ പരമാവധി ഞാൻ ശ്രമിച്ചു. കാരണം അപക്വമായി പെരുമാറിപ്പോയാൽ ഒരുപക്ഷെ വാദി പ്രതിയാകുന്ന അവസ്ഥ ഉണ്ടാകും നിലവിലെ നിയമ സംവിധാനങ്ങൾ ഉള്ളതുകൊണ്ട്. അതുകൊണ്ട് ഞാൻ അനിതര സാധാരണമായ ഒരു പക്വത കാണിച്ചു. ഞാൻ പ്രകോപിതനാകുന്നതിൽ നിന്ന് വിട്ടുനിന്നു. ഈ സഹോദരിയുടെ സഹോദരൻ അഥവാ ഭാര്യയുടെ സഹോദരൻ വന്നു. അവർ ഞെട്ടിപ്പോയി. ഇതെന്തൊരു പ്രതികരണമാണ്, ഇതെന്താണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഈ ഭാര്യയുടെ സഹോദരൻ പറഞ്ഞു, ഞാൻ നിങ്ങളെ കൂടെ ഉണ്ട്, നിങ്ങൾ ഏത് രീതിയിലുള്ള ഇടപെടൽ നടത്തിയാലും ഞാൻ നിങ്ങൾക്ക് പിന്തുണ നൽകാമെന്ന് പറഞ്ഞ് അദ്ദേഹം കൂടെ നിൽക്കുന്നു. എൻ്റെ വിഷയം അതൊന്നുമല്ല. ഇവിടെ പലർക്കും ഉള്ള ഒരു ചിന്തയാണ്, ഞാൻ എനിക്ക് വേണ്ടി ജീവിക്കാൻ മറന്നുപോയി എന്നത്. പരിശുദ്ധ ഇസ്ലാമിൻ്റെ ആധ്യാത്മികതയുടെ പാതയിൽ നിന്ന് അഥവാ തസൗഫിൻ്റെ പാതയിൽ നിന്ന് സംസാരിച്ചാലും അപ്ഡേറ്റഡ് സൈക്കോളജിയുടെ തലത്തിൽ നിന്ന് സംസാരിച്ചാലും പറയാനുള്ളത് ഒന്നാണ്: നാം ജീവിതത്തിൽ ഏത് കാര്യവും നമുക്ക് വേണ്ടി മാത്രമേ ചെയ്യാവൂ. ജീവിതത്തിൽ നാം എന്തും നമുക്ക് വേണ്ടി മാത്രമേ ചെയ്യാവൂ. നാം കുടുംബജീവിതം നയിക്കുമ്പോൾ, നാം വീട് പരിപാലിക്കുമ്പോൾ, നാം സന്താനങ്ങളെ പരിപാലിക്കുമ്പോൾ, നാം മറ്റേതെങ്കിലും തരത്തിലുള്ള പരിചരണങ്ങളോ പരിപാലനങ്ങളോ നടത്തുന്നുണ്ടെങ്കിൽ അത് നമുക്ക് വേണ്ടി മാത്രം ചെയ്യണം. ഖുർആനിൻ്റെ പ്രയോഗം ഇങ്ങനെയാണ്: ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുക്കൂറ. ഈ പദപ്രയോഗം നൽകുന്നൊരു സന്ദേശമുണ്ട്. അതെന്താണ്? മറ്റൊരാളുടെ താങ്ക്സിന് വേണ്ടിയോ മറ്റൊരാളുടെ പ്രതിഫലത്തിന് വേണ്ടിയോ നിങ്ങൾ വർക്ക് ചെയ്താൽ നിങ്ങൾക്ക് ജീവിതത്തിൽ കഷ്ടപ്പെടാനുള്ള ഇടങ്ങൾ ധാരാളമുണ്ട്. അതേസമയം ഒരു ഗൃഹപരിപാലനം എന്നത് ഒരു ആർട്ടാണ്. വിവാഹം എന്നത് ഒരു മഹത്തായ സോഷ്യൽ എഞ്ചിനീയറിംഗ്, ഒരു സാമൂഹ്യ സൃഷ്ടിപ്പാണ്. അതൊരു വലിയ പ്രൊഫഷനായി മനസ്സിലാക്കേണ്ട ഒന്നാണ്. സന്താന പരിപാലനം എന്നത് ഒരു വലിയ ക്രിയാത്മകതയാണ്. ഇത്തരം ക്രിയാത്മകതകളെ അതിൻ്റെ മൂല്യങ്ങൾ മനസ്സിലാക്കാതെ കഷ്ടപ്പെടാൻ വേണ്ടി ഉപയോഗിക്കുന്നതിന് പകരം അത് ഞാൻ എനിക്ക് വേണ്ടി ചെയ്യുന്നു. ഞാൻ ഒരു കുടുംബത്തെ പരിപാലിക്കുന്ന സമയത്ത് ഇസ്ലാമിക നിലപാടിൽ നിന്നുകൊണ്ട് പറയുമ്പോൾ, ഇസ്ലാമിക് കോൺസെപ്റ്റിൽ നിന്നുകൊണ്ട് പറയുമ്പോൾ, അത് ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുക്കൂറ, ലില്ലാഹി, അല്ലാഹുവിന് വേണ്ടി. അല്ലാഹുവിന് വേണ്ടി എന്നതൊരു പദമാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? ഞാൻ അല്ലാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യയാകാൻ, ഞാൻ അല്ലാഹുവിൻ്റെ അടുക്കൽ പ്രതിഫലാർഹയാകാൻ, അഥവാ എനിക്ക് വേണ്ടി എന്നാണ് അതിൻ്റെ മറ്റൊരർത്ഥം. ലില്ലാഹി, അല്ലാഹുവിന് വേണ്ടി എന്നതൊരു പദമാണ്. അതിൻ്റെ അർത്ഥം അല്ലാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി എന്നാണ്. എന്ന് പറഞ്ഞാൽ എനിക്ക് മൂല്യമുള്ളവരാകാൻ, ഞാൻ എൻ്റെ സൃഷ്ടാവിൻ്റെ ആളാകാൻ, എൻ്റെ സൃഷ്ടാവിൻ്റെ ഒരു വക്താവാണ് ഞാനെന്ന് പറയാൻ, എന്ന് വിശ്വസിക്കാൻ, എന്ന ജീവിത തലം രൂപപ്പെടാൻ, അതിനുവേണ്ടി ഞാൻ ഇങ്ങനൊരു ലൈഫ് മോഡ് അക്സെപ്റ്റ് ചെയ്യുന്നു, സ്വീകരിക്കുന്നു. എങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ഈ വർക്കുകൾ ഏതും ഓൺ സ്പോട്ട്, ആ ചെയ്യുന്ന തൽസമയം, അത് നിങ്ങളുടെ നേട്ടമാണ്, നിങ്ങളുടെ സന്തോഷമാണ്, അത് നിങ്ങളുടെ ഊർജമാണ്. കുടുംബജീവിതം നയിക്കുക എന്നത്, ഞാൻ വിവാഹത്തെക്കുറിച്ച് ശേഷം പറയാം, അതുപോലെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുക എന്നത് അതൊരു മനുഷ്യൻ്റെ മൂല്യമാണ്. ഫോർ എക്സാമ്പിൾ, ഞാൻ ഈ സ്ഥാപനത്തിൽ വന്ന് ഇന്ന് വാഹനത്തിൽ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ, നാളെ ഞാൻ പങ്കെടുക്കാനുള്ള ഒരു പ്രോഗ്രാം, ആ പ്രോഗ്രാമിലേക്കുള്ള ടിക്കറ്റുമായി ബന്ധപ്പെട്ട ഒരാളോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. നാളെ തിരുവനന്തപുരത്താണ്.
അപ്പോൾ ആ സംസാരത്തിൻ്റെ ഭാഗമായി സംസാരിക്കുന്നത് കൊണ്ട് ബഹുമാന്യനായ റഹീം സൈനി ഉസ്താദ് എന്നെ വെയിറ്റ് ചെയ്തു അവിടെ നിന്നു. ഞാനതറിയില്ല. അപ്പോൾ ഉസ്താദ് ഞാൻ ഈ ഇറങ്ങുമ്പോൾ പറഞ്ഞു, ഞാൻ വരുമ്പോഴേ കണ്ടിട്ടുണ്ട്, പിന്നെ വല്ല സംസാരമാണെങ്കിൽ ഡിസ്റ്റർബ് ചെയ്യേണ്ട, ബുദ്ധിമുട്ടിക്കണ്ട എന്ന് കരുതി വെയിറ്റ് ചെയ്തതാണ്. ഇവിടെ ഞാൻ കടന്നു വരുമ്പോൾ ഈ സ്ഥാപനത്തിൽ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരാളായി അതിൻ്റെ ഉത്തരവാദിത്തങ്ങളും ഭാരങ്ങളുമൊക്കെ ഏറ്റെടുക്കുകയും അത് സഹിക്കുകയും ചെയ്യുന്ന ബഹുമാന്യനായ റഹീം സൈനി ഉസ്താദോ, അല്ലെങ്കിൽ എൻ്റെ കൂടെ മർക്കസു സഖാഫത്തി സുന്നിയിൽ ഒന്നിച്ച് പഠിച്ച എൻ്റെ പ്രിയപ്പെട്ട പ്രിയങ്കരനായ സുഹൃത്ത് മുഹമ്മദ് റഫീഖ് സഖാഫി ഒമ്മല ഉസ്താദ്, അദ്ദേഹം ഈ സ്ഥാപനത്തിൽ ഞാൻ വരുന്ന സമയത്ത് ഇവരുടെ ആവശ്യം ഇവിടെ ഉണ്ട് എന്ന ഒരു തോന്നൽ, അതൊരു അംഗീകാരമാണ്. ആ സ്ഥാനത്ത് അവരിവിടെ വേണ്ടതില്ല എന്നൊരു തോന്നലുണ്ടായാൽ അവർക്കിവിടെ പിന്നെ സ്ഥാനമില്ല, അവർക്കിവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് ഈ ഭൂമുഖത്ത് ഒരു ഇടം ഉണ്ട് എന്ന ഒരു വലിയ ഒരു തലം, വലിയൊരു അംഗീകാരത്തിൻ്റെ ഒരു സാധ്യതയാണ്, ഒരു പ്ലാറ്റ്ഫോമാണ്, ഒരു ഇരിപ്പിടമാണ് ഒരു കുടുംബജീവിതം നിങ്ങൾ ഏറ്റെടുക്കുന്ന സമയത്ത് നിങ്ങൾക്കുണ്ടാകുന്നത്. ഇപ്പോൾ സഹോദരിമാരിലൊക്കെ ചിലപ്പോൾ ഒരു ധാരണ രൂപപ്പെടുന്നുണ്ട്. അതെന്താണ്? കണ്ണൂർ ജില്ലയിലൊരു സ്കൂളിലെ ഒരു പാരൻറ്റിങ് സെഷനുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ ചോദ്യങ്ങൾക്ക് അവസരം കൊടുത്തു. ആ സമയത്തൊരു സഹോദരി, പാരൻസിൽ നിന്നൊരു സഹോദരി ചോദിച്ചു, ഞാൻ സൈക്കോളജി MSc സൈക്കോളജി കംപ്ലീറ്റഡ് ആണ്, എനിക്ക് ജീവിതത്തെക്കുറിച്ച് ഒരുപാട് പരാതികളാണ്, ജീവിതത്തിൽ സന്തോഷം കിട്ടുന്നില്ല. ഞാൻ ചോദിച്ചു, എന്തു പറ്റി? അവർ പറഞ്ഞു, ഒരു ഫാമിലി ലൈഫ്, ഒരു ഗൃഹ ജീവിതം, അത് അതിൻ്റെ സാഹസികതകളെല്ലാം നിർവഹിച്ച് വൈകുന്നേരമായാൽ ഹസ്ബൻഡ് വന്നാൽ ചോദിക്കും, നിനക്കിവിടെ എന്ത് പണിയാണ്? ഈ ഒരു ചോദ്യം കേൾക്കുമ്പോൾ ഞാനാകെ തകർന്നു പോകുന്നു. ഇവിടെ ഒരുപാട് വിഷയങ്ങൾ വരേണ്ടതുണ്ട്, ശേഷം ഞാനതിൻ്റെ പരിഹാരങ്ങൾ പറയുന്നുണ്ട്. ഇവിടെ എൻ്റെ മാറ്റർ അതല്ലാത്തത് കൊണ്ടാണ് ഞാൻ പരിഹാരത്തിലൂടെ പോകാത്തത്. പരിഹാരം ഞാൻ ശേഷം ഓരോന്നും എണ്ണി പറയും. ഞങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യാം. ചോദ്യം ഓൺ വോയിസ് ചോദിക്കണം നിർബന്ധമുണ്ടെങ്കിൽ അങ്ങനെ ചോദിക്കാം. അതേസമയത്ത് എനിക്കിഷ്ടം നിങ്ങൾ എഴുതി ചോദിക്കുകയാണെങ്കിൽ ആവശ്യമുള്ളത് എഴുതി ചോദിക്കാവുന്നതാണ്. കഴിയുന്നതും നേരത്തെ ആയാൽ സംസാരം ദീർഘിപ്പിക്കാതെ നമുക്ക് പരിഹരിക്കാം. അപ്പോൾ ഈ സഹോദരിയുടെ വിഷയം എന്താ? ജീവിതം കഷ്ടപ്പാടിലാകുന്നു, അതുകൊണ്ട് ഞങ്ങൾ കുടുംബജീവിതം അവോയ്ഡ് ചെയ്യാൻ പോവാണ്, പുറന്തള്ളാൻ പോവുകയാണ്. പല സഹോദരിമാരും ഇന്ന് വിവാഹ ജീവിതത്തെ ഭയപ്പെടുന്നു, വിവാഹ ജീവിതത്തെ ആശങ്കയോടെ കാണുന്നു. കാരണം എന്താണ്? ഒരു ദിവസം എൻ്റെ ഒരു സഹോദരൻ, ഒരു സുഹൃത്ത്, അദ്ദേഹം ഒരു കോഴ്സ് ലീഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. കോഴ്സ് കംപ്ലീറ്റഡ് ആയതിനു ശേഷം ഫീഡ്ബാക്ക് റീഡ് ചെയ്യുന്ന സമയത്ത് അതിൽ ഈ എഡ്യൂക്കേറ്റഡായ സഹോദരിമാരിൽ നല്ലൊരു ശതമാനം, അഥവാ 90% മേലെ അവരുടെ ഫീഡ്ബാക്കിലുള്ളത് ഞങ്ങൾ വിവാഹ ജീവിതം ആഗ്രഹിക്കുന്നില്ല എന്നാണ്. എന്തുകൊണ്ട് എന്ന് ചോദിച്ചപ്പോൾ അവരുടെ ആൻസർ മറ്റാർക്കോ വേണ്ടി ജീവിക്കാൻ വയ്യ എന്നായിരുന്നു. ഇവിടെ മറ്റൊരാൾക്ക് വേണ്ടിയാണോ നാം ജീവിക്കുന്നത്? കുടുംബജീവിതം ലീഡ് ചെയ്യുന്നത്, നയിക്കുന്നത്, മക്കളെ പരിപാലിക്കുന്നത്, അതുപോലെ ഗൃഹപരിപാലനം നടത്തുന്നത്, ഇതെല്ലാം മറ്റാർക്കു വേണ്ടിയാണോ? നിങ്ങൾ പരാജയമാണ്. മറിച്ച് എനിക്ക് വേണ്ടി ചെയ്യാൻ കഴിയണം. അങ്ങനെ ചെയ്യാൻ കഴിയുന്ന സമയത്ത് നമുക്ക് ജീവിതത്തിൽ ആനന്ദവും സുഖവും സന്തോഷവും ജീവിതത്തിനൊരർത്ഥവും അനുഭവിക്കാൻ കഴിയും. വിവാഹ ജീവിതത്തെക്കുറിച്ച് ആദ്യം നമ്മുടെ മൈൻഡിൽ ഒരു കാഴ്ചപ്പാട് വേണം. ആ കാഴ്ചപ്പാട് എന്താണ്? വിവാഹ ജീവിതത്തെ ഭയപ്പെടുന്നവർ നല്ലൊരു ശതമാനവും വിവാഹ ജീവിതത്തെ ഭയപ്പെടുന്നത് എന്തുകൊണ്ടാണ്? വിവാഹം കഴിഞ്ഞവരെ കണ്ടതുകൊണ്ടാണ്. വിവാഹം കഴിഞ്ഞ അവർക്കറിയാവുന്ന പലരെയും അവർ കാണുന്നത് കലഹങ്ങൾക്ക് വിധേയമായി ജീവിക്കുന്നു, കഷ്ടപ്പാടുകൾക്ക് വിധേയപ്പെട്ട് ജീവിക്കുന്നു.
ഭർത്താവിൻ്റെ മാതാപിതാക്കളെ അനുസരിക്കേണ്ടി വന്നതിൻ്റെ പേരിൽ ജീവിതം ദുരിതമായ ധാരാളം സഹോദരിമാരെ അവർ കാണുന്നു. ഭർത്താവിൻ്റെ തന്നെ പെരുമാറ്റങ്ങളെ സന്തോഷപൂർവ്വം അനുഭവിക്കാൻ കഴിയാത്തതിൻ്റെ പേരിൽ കഷ്ടപ്പെടുന്നവരെയും യാതനകളും വേദനകളും അനുഭവിക്കേണ്ടവരെ അവർ കാണുന്നു. അപ്പോൾ അവർ പറയുന്നു, ഈ വയ്യാവേലിക്കൊന്നും പോകാൻ വയ്യ, ഒറ്റത്തടിയായിക്കോട്ടെ എന്നവർ കരുതുന്നു. എന്ന് മാത്രമല്ല, ഈ അടുത്ത് ഒരു എഡ്യൂക്കേറ്റഡായ ഒരു സഹോദരിയുടെ ഒരു ഫേസ്ബുക്ക് കുറിപ്പ് ശ്രദ്ധയിൽപ്പെട്ടു. ആ ഫേസ്ബുക്കിൻ്റെ രത്നച്ചുരുക്കം ഇങ്ങനെയാണ്: ഞാൻ വിവാഹ ജീവിതത്തിലേക്ക് പോകുന്നതിൻ്റെ മുമ്പേ ഒരു ഡോക്ടറാകണമെന്ന് തീരുമാനിക്കാനുണ്ടായ കാരണം, വിവാഹ ജീവിതത്തിലേക്ക് പോകുമ്പോൾ എനിക്ക് ഒറ്റക്കാലിൽ സ്വന്തം കാലിൽ നിൽക്കാനുള്ള ത്രാണിയും പ്രാപ്തിയും ഉണ്ടാകണം, അല്ലെങ്കിൽ വിവാഹ ജീവിതം ആശങ്കാകുലമാണ് എന്ന് മനസ്സിലായതുകൊണ്ടാണ് ഒരു ഡോക്ടറായത് എന്നാണ് അവർ പറയുന്നത്. മറ്റൊന്ന്, അതിലെ സംസാരത്തിൻ്റെ ആ ഒരു ഫേസ്ബുക്ക് കുറിപ്പിൻ്റെ രത്നച്ചുരുക്കം, വിവാഹ ജീവിതത്തിൽ തുനിയാനുള്ള കാരണം ഒരു പ്രൊഫൈലില്ലെങ്കിൽ ഒരു സഹോദരിയെ ഇടിച്ച് താഴ്ത്തപ്പെടുന്നു എന്നതാണ്. എൻ്റെ കുറേ സമയത്തെ ആലോചന ഇങ്ങനെയായിരുന്നു. ഇതൊരു സദസ്സാണ്. ഈ സദസ്സിൽ ഞാൻ ഉദാഹരിച്ചു പറയാണ്, നമ്മളൊരു എൻട്രൻസിന് ഒരു ഡിമാൻഡ് വെച്ചു. ഈ സദസ്സിലേക്ക് കടന്നു വരാൻ ഒരു ഷർത്തുണ്ട്, ഒരു ഡിമാൻഡുണ്ട്, നിബന്ധനയുണ്ട്. എന്താ നിബന്ധന എന്നറിയോ? ഒരു കരാട്ടെ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാലാണ് ടിക്കറ്റ് നൽകുക. ഈ സദസ്സിലേക്ക് വരണമെങ്കിൽ കരാട്ടെ കംപ്ലീറ്റ് ചെയ്തിട്ട് അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാലാണ് ഇവിടെ സദസ്സിലേക്ക് എൻട്രൻസ് നൽകുക, അല്ലെങ്കിൽ ഇവിടെ സ്ഥാപനത്തിൽ എൻട്രൻസ് നൽകുക എന്നൊരു കണ്ടീഷൻ ഉണ്ടായാൽ പുറത്തുനിന്ന് ഈ ഒരു കമൻറ്റ് കേൾക്കുന്ന ഒരാൾക്ക് എന്താ മനസ്സിലാകുക? ഇവിടെ നടക്കാൻ പോകുന്നത് യെസ്, അതാണ് മനസ്സിലാവുക. വിവാഹ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ പിരിയാൻ എന്താണ് വേണ്ടത് എന്ന് കണ്ടുവച്ചിട്ടാണോ തുടങ്ങേണ്ടത്? എന്നാൽ എന്താ വേണ്ടത്? നിങ്ങൾക്കുണ്ടാകേണ്ടത് സോഫ്റ്റ് സ്കില്ലുകളാണ്, എസ്പെഷ്യലി കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ്. കമ്മ്യൂണിക്കേഷൻ സ്കില്ലുണ്ടായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഭരിക്കാൻ കഴിയാത്ത ഒരാളും ഇല്ല. ഞാൻ വല്ലാതെ ആലോചിച്ചു പോയി. ഞാൻ നിങ്ങളോട് പറയാൻ, ഇടയ്ക്ക് സമയം കിട്ടുമെങ്കിൽ നിങ്ങൾ വായിക്കാനുള്ളൊരു പുസ്തകം കൂടി ഞാൻ ഇടയ്ക്കൊന്ന് സൂചിപ്പിക്കുകയാണ്. വെൻ ബ്രീത്ത് ബിക്കംസ് എയർ എന്ന് പറയുന്നൊരു പുസ്തകമുണ്ട്. മില്യൺ കണക്കിന് വിറ്റഴിക്കപ്പെട്ടൊരു പുസ്തകമാണത്. ന്യൂറോളജിസ്റ്റായ പ്രഗത്ഭരായ 2 ഡോക്ടർ, ഇന്ത്യക്കാരായ, തമിഴ്നാട്ടുകാരായ, അതേസമയത്ത് അമേരിക്കയിൽ ജനിച്ചു വളർന്ന 2 പേർ. അതിലൊരാളുടേതാണ് ആ ഒരു പോൾ കാളിനിധി എന്ന് പറയുന്ന ആളുടേതാണ് ആ പുസ്തകം. ആ പുസ്തകത്തിൻ്റെ സമ്മറി ഇങ്ങനെയാണ്: വലിയ അറിയപ്പെട്ട, വേൾഡിൽ തന്നെ അറിയപ്പെട്ട ന്യൂറോളജിസ്റ്റായി പറന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ അദ്ദേഹത്തിന് ക്യാൻസർ വരുന്നു. ഓർമ്മ ശരിയാണെങ്കിൽ ലങ്സിനാണ് ക്യാൻസർ. ക്യാൻസറിന് വിധേയമായി ട്രീറ്റ്മെൻറ്റിന് വിധേയരാകുന്നൊരു സമയം, അപ്പോഴാണ് അവർ ഈ പുസ്തകം എഴുതിയത്. അഥവാ ഈ ശ്വാസം അതൊരു കാറ്റായി മാറുന്ന സമയത്ത്, ഈ ശ്വാസം ഇപ്പോൾ ഒരു ജീവനാണ്. ഈ ശ്വാസം നിങ്ങൾ ഓരോരുത്തരുടെയും മൂക്കിലൂടെ കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഒരു ജീവനാണ്. അതേസമയത്ത് മരിച്ചാൽ അതൊരു കേവലം എയറാണ്. ഈ ശ്വാസം ഒരു കാറ്റായി മാറുന്നൊരു സമയം എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. ആ പുസ്തകത്തിലെ സമ്മറി ഇങ്ങനെയാണ്: ഈ ക്യാൻസറിന് വിധേയമായി ഇതുവരെ ചികിത്സകനായിരുന്ന വ്യക്തി രോഗിയായി മറ്റൊരു ചികിത്സകൻ്റെ മുമ്പിലിരിക്കുന്ന ഒരു അത്യപൂർവമായ നിമിഷം. ആ നിമിഷം വന്നപ്പോഴാണ് അവരാലോചിക്കുന്നത്, ജീവിതത്തിന് എന്തിനായിരുന്നു ഞാൻ ഈ ന്യൂറോളജിസ്റ്റ് ആയത്? ഞാൻ ആലോചിച്ച ഒരു ദിവസം ഒരു ഉമ്മയും മകളും അവരൊരു പ്രശ്നവുമായി ബന്ധപ്പെട്ട് എന്നെ സമീപിച്ചു. ആ പ്രശ്നത്തിൻ്റെ വിഷയങ്ങൾ വിശകലനം ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഈ മകളോട് ഞാൻ സംസാരിക്കുന്നതിനിടയിൽ മകൾ പറഞ്ഞു, ഞാനൊരു IAS കാരിയാകാൻ ഉദ്ദേശിക്കുന്നു. ഞാൻ ചോദിച്ചു, എന്താണ് IAS കാരിയാകുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അപ്പോൾ അവർക്ക് ഉത്തരങ്ങളില്ലായിരുന്നു.
അപ്പം ഞാൻ ചോദിച്ചു, എവിടെ നിന്നാണ് നിങ്ങൾക്ക് ഈ IAS എന്ന ആശയം കിട്ടിയത്? നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കരുത്. ഞാൻ ഏതെങ്കിലും വൈജ്ഞാനിക മേഖല ആകരുത് എന്ന് പറഞ്ഞു എന്ന് നിങ്ങൾ കേൾക്കരുത്. ഞാൻ പറയുന്ന പോയിന്റ് അവിടെയല്ല. ഈ ന്യൂറോളജിസ്റ്റായ ഈ ഡോക്ടർ ചികിത്സകനായിരിക്കുന്ന സമയത്താണ് ഭാര്യയുമായി സംസാരിക്കുന്നത്, നമുക്കൊരു കുഞ്ഞു വേണ്ടേ. അവർ തീരുമാനമെടുക്കുന്നു, ദീർഘമായ ചർച്ചകൾക്ക് ശേഷം തീരുമാനമെടുക്കുന്നു, കുഞ്ഞുണ്ടാകുന്നു. കുഞ്ഞുണ്ടായിട്ട് കുഞ്ഞിൻ്റെ കൂടെ ചെലവഴിച്ച അവസാന നിമിഷങ്ങളിലെ സമയങ്ങളെക്കുറിച്ച് അവർ പറയുന്നു, ഇപ്പോഴായിരുന്നു ഞാൻ തിരിച്ചറിയുന്നത് എന്താണ് ജീവിതം. ഈ ജീവിതത്തിന് വേണ്ടിയാണ് നിങ്ങൾ ന്യൂറോളജിസ്റ്റ് ആകുന്നത്, ഈ ജീവിതത്തിന് വേണ്ടിയാണ് നിങ്ങൾ നേഴ്സാകുന്നത്, ഈ ജീവിതത്തിന് വേണ്ടിയാണ് നിങ്ങൾ അക്കൗണ്ടൻ്റ് ആകുന്നത്, ഈ ജീവിതത്തിന് വേണ്ടിയാണ് നിങ്ങൾ അഡ്വക്കേറ്റ് ആകുന്നത്, ഈ ജീവിതത്തിന് വേണ്ടിയാണ് നിങ്ങൾ ഡോക്ടർ ആകുന്നത്. പക്ഷേ ജീവിതം ഇല്ലാതെ, ഞാനൊരു സംഭവം കൂടെ പറഞ്ഞു, എൻ്റെ സംസാരം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാകും എന്നാണ് ഞാൻ കരുതുന്നത്. ഒരു ദിവസം ഞാനൊരു സ്ഥാപനത്തിൽ ഒരു പ്രോഗ്രാം കഴിഞ്ഞിരിക്കുമ്പോൾ ഒരു ടീച്ചർ ചോദിച്ചു, എനിക്ക് കുറച്ച് സമയം തരാമോ സംസാരിക്കാൻ? ഓക്കെ. അവരുടെ മാറ്റർ എന്താണെന്ന് ചോദിച്ചാൽ, സാറേ എനിക്ക് 2 കുട്ടികളാണ്, അതിൽ മൂത്ത കുഞ്ഞ് 8 വയസ്സുകാരൻ, ഇളയ കുഞ്ഞ് 3.5 വയസ്സുകാരൻ. മൂത്ത കുഞ്ഞ് നല്ല വൃത്തിയായി പഠിക്കും, ഭംഗിയായി പഠിക്കും, നല്ല സ്വഭാവം, നല്ല അച്ചടക്കം, ജീവിത ചിട്ടകളെല്ലാം ഉഷാറാണ്. രണ്ടാമത്തെ കുഞ്ഞ് 3.5 വയസ്സുകാരൻ, പക്ഷേ ഭീകരജീവി. കാണാൻ നല്ല മോനാണ്, പക്ഷേ അവനെ എല്ലാവർക്കും പേടിയാണ്. 8 വയസ്സുകാരനായ മൂത്ത കുഞ്ഞിനെ എൻ്റെ കുഞ്ഞിനെ പേടിയാണ്. ഇപ്പോൾ എൻ്റെ അയൽവാസികളായ ചെറിയ കുട്ടികളൊന്നും എൻ്റെ വീട്ടിലേക്ക് വരില്ല, എൻ്റെ 3.5 വയസ്സുകാരനെ ഭയപ്പെട്ടിട്ട്. ഇപ്പോൾ അടുത്തായി ഞാൻ എൻ്റെ കുടുംബ വീടുകളിലെ പൊതു സദസ്സുകളിലൊന്നും കല്യാണം, സൽക്കാരം, കുടിയിരിക്കൽ, വീട്ടുകൂടൽ ഇതിനൊന്നും പോകാറില്ല. എന്തുകൊണ്ട്? എൻ്റെ മോനാണ് എൻ്റെ മാറ്റർ. ഞാൻ കുറേ സമയം ആലോചിച്ചു. ഞാൻ ടീച്ചറോട് പറഞ്ഞു, എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? ഇതിന് വല്ല സൊല്യൂഷനും ഉണ്ടോ? ഉണ്ട്. നിങ്ങളൊരു A4 എടുക്കാൻ പറഞ്ഞു. ആ A4-ൽ ആ ടീച്ചറെ കൊണ്ട് ഞാൻ എഴുതിച്ചു. ആദ്യ കുഞ്ഞ് ഗർഭിണിയായ സമയവും അതിനുശേഷം പ്രസവിച്ച സമയവും മുലയൂട്ടിയ 2 വർഷ കാലയളവും എല്ലാം എഴുതിച്ചു. അന്ന് ടീച്ചർ ഉദ്യോഗം തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം രണ്ടാമത്തെ കുഞ്ഞ് ഗർഭിണിയാകുന്ന സമയത്ത് ടീച്ചർ ഡ്യൂട്ടിയിലാണ്. പ്രസവിച്ച സമയത്ത് അതുപോലെ മുലയൂട്ടുന്നതിലെ ആദ്യകാലത്തെ ചെറിയൊരു ഡ്യൂറേഷൻ, ചെറിയൊരു സമയപരിധി, അത് കഴിഞ്ഞിട്ടുള്ള വലിയ കാലയളവ് ഈ കുഞ്ഞിന് മാതാവിൻ്റെ മാതൃത്വം ഉള്ള നിമിഷങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. നിങ്ങൾക്ക് ഒരുപാട് ആശങ്കകളുണ്ടാകാം. നിങ്ങൾ എന്നോട് ഈ സമയത്ത് സംവദിക്കുന്നുണ്ടാകാം, ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടാകാം. അനേകം ടീച്ചർമാർ ഈ ലോകത്തില്ലേ? ഞാൻ പറയുന്നത് ഒരു വിഷയം സത്യമാണ്. ആ കുഞ്ഞിന് ഒഴിഞ്ഞ മനസ്സുള്ള ഒരു മാതാവ് എന്നത്, ആ മാതൃത്വം എന്ന ആ ഒരു വേവ്സ്, ആ ഒരു തരംഗം, അത് കുഞ്ഞിനെ വളർത്താനുള്ള എനർജിയാണ്, ഊർജമാണ്. അത് പരമസത്യമാണ്. CP വർക്കിയുടെ ഹാൻഡിൽ വിത്ത് കെയർ എന്ന പുസ്തകത്തിലെ ഒരു അധ്യായം ഈ വിഷയമാണ്. ഒരു പ്രൈമറി ക്ലാസ്സിൽ ഒരു കുട്ടി ഭയങ്കര വികൃതിയാണ്. ഈ കേരളത്തിലെ ഒരു പക്ഷേ ഞാൻ ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന അപ്ഡേറ്റഡ് പോസിറ്റീവ് സൈക്കോളജി എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പ്രയോഗിക്കുന്നതിൻ്റെ വിഷയത്തിൽ ഏറ്റവും നല്ല രചനകൾ നടത്തിയ ആളുകൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ആ പുസ്തകത്തിൽ അദ്ദേഹം ഒരു വിഷയം പരാമർശിക്കുന്നു. പ്രൈമറി തലത്തിലുള്ള ഈ ക്ലാസ് റൂമിലെ ഇത്രയും വികൃതിയായ കുട്ടി, ഇദ്ദേഹം പഠിച്ച പല മനഃശാസ്ത്രപരമായ സമീപനങ്ങളെയും ഉപയോഗിച്ചിട്ടും പരാജയപ്പെട്ടപ്പോൾ തൻ്റെ സഹപ്രവർത്തകരായ അധ്യാപകർ സംശയബുദ്ധിയ ഈ CP വർക്കിയോട് ചോദിക്കുന്നു, ഈ കുട്ടിക്ക് സൊല്യൂഷൻ ഇല്ലേ? നമുക്ക് പഠിക്കാം. അവർ പഠിച്ചു. പഠിക്കുന്ന സമയത്ത് ഈ കുട്ടിയുടെ പ്രശ്നത്തെക്കുറിച്ച് അന്വേഷിച്ചവർ ചെന്നെത്തിയത് കുട്ടിയുടെ വീട്ടിലേക്കാണ്.
വീട്ടിൽ മാതാപിതാക്കൾ രണ്ടുപേരും അധ്യാപകരായിരുന്നു, ടീച്ചേഴ്സായിരുന്നു. അവർ ചെയ്തത്, ഈ കുട്ടിക്ക് നിശ്ചിത കാലയളവ് ഇതിന് പരിഹാരമായി മാതൃത്വത്തിൻ്റെയും പിതൃത്വത്തിൻ്റെയും ഭാഗമായി കിട്ടേണ്ടിയിരുന്ന സ്നേഹം, ആ സ്നേഹം ഭംഗിയായി നിർവഹിച്ചു കൊടുത്തപ്പോൾ കുട്ടിയുടെ സ്വഭാവദൂഷ്യങ്ങൾ അടിവേരിൽ നിന്ന് പരിഹാരമാകുന്നു. ഇവിടെ അദ്ദേഹം സമർത്ഥിക്കുന്നത് മാതൃത്വം ഒരു കുട്ടിയുടെ അനിവാര്യമായ ആവശ്യമാണ് എന്നാണ്. അദ്ദേഹത്തിൻ്റെ ആ പുസ്തകത്തിൽ അദ്ദേഹം ഒരു വിഷയം കൂടെ പ്രതിപാദിക്കുന്നുണ്ട്. ഞാനത് വിശദമായി പറയുന്നില്ല, ഭാഗികമായി പറയുന്നു. അമേരിക്കൻ എഡ്യൂക്കേഷൻ സിസ്റ്റത്തെ വിശകലനം ചെയ്ത് അദ്ദേഹം പറയുന്നു, ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ പ്രൈമറി സ്കൂളിൽ പോലും സ്കൂൾ തലങ്ങളിലേക്ക് ഗണ്ണുപയോഗിച്ചു വരുന്നവരാണ്. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ അഥവാ വിദ്യാർത്ഥികളുടെ വലിയൊരു ശതമാനം തന്നെ ലൈംഗിക രോഗങ്ങൾ അനുഭവിക്കുന്നവരാണ്. അബോർഷനുകൾ നടന്ന പെൺകുട്ടികളാണ്. അതുപോലെയുള്ള ഒരുപാട് ഭീകരമായ പ്രശ്നങ്ങൾ അവർ ഉദ്ധരിച്ചിട്ട് അവർ പറഞ്ഞ കാരണം, അമേരിക്കൻ ഫാമിലി സിസ്റ്റത്തിൽ 50% 50% വിവാഹവും നിയമപരമായി ഡൈവോഴ്സ്ഡാണ്, മുത്തല്ലഖത്താണ്, ത്വലാഖാണ് എന്നതാണ്. ഇനി ബാക്കിയുള്ള 50-ൽ പകുതി ശതമാനം, ആ പകുതിയും അഥവാ 25, ടോട്ടലിൻ്റെ 25% നിയമപരമായി പിരിഞ്ഞിട്ടില്ലെങ്കിലും ശാരീരികമായി പിരിഞ്ഞ് ജീവിക്കുന്നവരാണ്. ഇനി എത്രയാ ബാക്കിയുള്ളത്? 25. ബാക്കിയുള്ള 25%, അതിൽ 90% രണ്ടുപേരും ജോലി ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നത് കൊണ്ട് അതിൻ്റെ പ്രഷർ കുട്ടികൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് അവരുടെ കണ്ടെത്തൽ. ഈ വിശകലനം നിങ്ങൾക്ക് വായിക്കാൻ കിട്ടും. ഞാൻ പറയുന്നത്, കുടുംബജീവിതം എന്നത് ഒരു ആർട്ടാണ്. അതൊരു സാമൂഹ്യ സൃഷ്ടിപ്പിൻ്റെ, ഒരു സോഷ്യൽ ഇൻ്റർവെൻഷൻ്റെ വലിയൊരു ഭാഗമാണ് എന്നത് വിദ്യാലയങ്ങളിലൂടെ ബോധവൽക്കരിക്കപ്പെടുകയും എന്നിട്ട് ഈ മഹത്തായ ദൗത്യമേറ്റെടുക്കുന്ന, ഈ സമൂഹത്തിലെ പ്രധാന ഭാഗം നിർവഹിക്കുന്ന സഹോദരിമാർ അവരാരായിരിക്കണമെന്ന് ഇസ്ലാം പറയുന്നുണ്ട്. ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് നിങ്ങൾ നോക്ക്. ഇണകൾ, സൗജ് എന്നാണ് ഭർത്താവിനും ഭാര്യയ്ക്കും പറയുക. അതിൽ സ്ത്രീയെയും പുരുഷനെയും തിരിച്ചറിയേണ്ട അനിവാര്യ ഘട്ടങ്ങളിൽ മാത്രമാണ് സൗജത്ത് എന്ന് സ്ത്രീലിംഗത്തിന് പറയുന്നത്. അല്ലെങ്കിൽ സ്ത്രീലിംഗത്തിനും പുല്ലിംഗത്തിനും എന്ത് തന്നെയാ പറയാ? സൗജ് എന്നാണ് പറയാ. ഇസ്ലാമിക് കോൺസെപ്റ്റ് അങ്ങനെയാണ്. ഇവിടെ ഇസ്ലാമികമായ കാഴ്ചപ്പാടുകളും അങ്ങനെയാണ്. നിങ്ങൾക്ക് ഈ വിഷയം സംബന്ധമായി സംശയമുണ്ടെങ്കിൽ സംസാരിക്കാമെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് വീണ്ടും ഒന്നുകൂടി ആവർത്തിക്കുന്നു. വിവാഹ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ കൂടെ ഉണ്ടാകേണ്ടത് എന്താണ്? കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ്. ഒരു സംഭവം കൂടി അത് പറഞ്ഞ് നിങ്ങളുടെ ഒരുപാട് ചോദ്യങ്ങളുടെ ഉത്തരമാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ലൈഫ് എൻറിച്ച്മെൻറ്റ് ട്രെയിനിങ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ഹാപ്പി സോണിൻ്റെ ഒരു ട്രെയിനിങ് പ്രോഗ്രാമുണ്ട്. അതിലെ ഒരു ലേഡീസ് സെഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു സഹോദരി അതിൽ അറ്റൻഡ് ചെയ്യാനുള്ള കാരണം, അവർ പറഞ്ഞു, വിവാഹം കഴിഞ്ഞിട്ട് 3 വർഷമായി അല്ലെങ്കിൽ 4 വർഷമായിട്ട് കാണും. ദുരിതമാണ് എൻ്റെ ജീവിതം. എൻ്റെ വീട്ടിൽ കല്യാണം കഴിഞ്ഞു പോകുന്ന സമയത്ത് ഞാൻ ഏറെ ആഹ്ലാദിച്ചു. എൻ്റെ സമപ്രായക്കാരായ പലരും വിവാഹത്തിൻ്റെ അന്ന് വീട്ടിൽ നിന്ന് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് ഇറങ്ങുമ്പോൾ കരഞ്ഞത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് കരയാൻ തോന്നിയിട്ടില്ല. എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. വിവാഹം കഴിഞ്ഞപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് എൻ്റെ വീട്ടിൽ നിന്ന് രക്ഷപ്പെട്ടല്ലോ എന്ന് കരുതിയിട്ടാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർ, ഈ വാക്കിനെ അണ്ടർലൈൻ ചെയ്ത് കേൾക്കണം. വിവാഹം കഴിഞ്ഞപ്പോൾ ഞാൻ ഏറ്റവും സന്തോഷിച്ചത് എൻ്റെ മാതാപിതാക്കളിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടല്ലോ എന്നായിരുന്നു. വിലാഹത്തിൻ്റെ അന്നോ തലേ ദിവസമോ പോലും എനിക്ക് ചെരുപ്പ് കൊണ്ട് നടുപ്പുറത്ത് ഏറ് കിട്ടിയിട്ടുണ്ടായിരുന്നു പിതാവിൻ്റെ കയ്യിൽ നിന്ന്. ഇത്ര
ഇത്രയേറെ പ്രയാസവും ദുരിതമുള്ള ജീവിതത്തിൽ നിന്ന് രക്ഷപ്പെട്ടല്ലോ എന്ന് കരുതിയിട്ട് എൻ്റെ ഭർത്തൃ വീട്ടിലേക്ക് ചെന്ന ഞാൻ ദിവസങ്ങൾക്കകം, മാസങ്ങൾക്കകം എൻ്റെ ജീവിതത്തിൻ്റെ മറ്റ് കൈപ്പേറിയ മറ്റൊരു അധ്യായം കൂടി അറിയുകയാണ്. സഹോദരി പറയുന്നു, അങ്ങനെ ഞാൻ ഇപ്പോൾ വരുന്ന സാഹചര്യം എത്തി നിൽക്കുമ്പോൾ എൻ്റെ അവസ്ഥ എന്താണെന്നറിയോ? ഞാൻ പലപ്പോഴും തളർന്നു വീഴാറുണ്ട്, ബോധം നഷ്ടപ്പെട്ട് വീണു പോകാറുണ്ട്. എൻ്റെ ഭർത്തൃമാതാവിൻ്റെ സ്ഥിതി പലപ്പോഴും എനിക്ക് തോന്നാറുള്ളത്, ആ സഹോദരിയുടെ വാക്കുകൾ ഇവിടെ ഉദ്ധരിക്കാൻ എനിക്ക് അത്രമാത്രം സാഹിത്യബോധമില്ല, അതുകൊണ്ട് അതിനെ ഞാൻ ചുരുക്കി വിവരിച്ച് പറയാം. എന്നെ ശിക്ഷിക്കാൻ വേണ്ടി പടച്ചോൻ പടച്ച ഒരു സൃഷ്ടിയാണ് എന്നാണ് എനിക്ക് തോന്നാറുള്ളത് എൻ്റെ ഭർത്തൃമാതാവിനെ കുറിച്ച്. അത്രമേൽ എന്നെ കഷ്ടപ്പെടുന്നു. ഞാൻ എന്ത് നന്മ ചെയ്താലും അതിന് കുറ്റം പറയും, ഞാൻ ഏത് നന്മ ചെയ്താലും അതിനൊരു കുറ്റം പറയും, എന്തു ഉപകാരം ചെയ്താലും അതിന് തിരിച്ച് നന്ദികേട് പറയും. എന്നു മാത്രമല്ല, വീട്ടിലൊരു സ്പെഷ്യൽ ഫുഡ് ഉണ്ടാക്കിയാൽ എനിക്കത് താല്പര്യമാണെന്നെങ്ങാനും തോന്നിയാൽ എനിക്കത് കിട്ടാതിരിക്കാനുള്ള എല്ലാ 18 അടവും ഈ സഹോദരി പയറ്റും. ഞാനിത് പറയുമ്പോൾ സദസ്സിൽ ചിലരൊക്കെ ഒരു പക്ഷേ അത്രയൊക്കെ എനിക്കുണ്ടെന്ന് പറയുന്നവരുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഉണ്ടാകാം, എൻ്റെ വിഷയം അവിടെ അല്ല കേട്ടോ. ഈ സെഷനിലിരിക്കുന്ന സമയം അവരെന്നോട് ചോദിച്ചു, ഇത്രയും പ്രയാസം അനുഭവിച്ചിട്ട് ഉസ്താദെ ഞാൻ ഇന്നുവരെ ഒരു അന്യായം പറയുകയോ അന്യായമായി സംസാരിക്കുകയോ ഇടപെടുകയോ ചെയ്തിട്ടില്ല, ഞാൻ തിരിച്ചതുപോലെ ഒന്നും ചെയ്യാറില്ല. ഈ സദസ്സിൽ ഞാൻ ഇരുന്നിട്ട് എന്താ കാര്യം? അവരല്ലേ വരേണ്ടത്, ഭർത്താവിൻ്റെ ഉമ്മയല്ലേ കൊണ്ടുവരേണ്ടത്. അപ്പം ഞാൻ എല്ലാം കേട്ടതിന് ശേഷം തിരിച്ചു ചോദിച്ചു, ഞാൻ സംസാരിക്കട്ടെ? യെസ്. നിങ്ങൾക്ക് ആണോ സന്തോഷം വേണ്ടത്? യെസ്. നിങ്ങൾക്കാണോ സമാധാനം വേണ്ടത്? യെസ്. എങ്കിൽ നിങ്ങളാണ് ഇവിടെ ഇരിക്കേണ്ടത്. അവർക്കെന്നോട് ദേഷ്യം കലർന്ന ബഹുമാനം ഉണ്ടായിരുന്നു. എഴുന്നേറ്റ് പോയിട്ട് പ്രത്യേകിച്ച് കാര്യമില്ലാത്തത് കൊണ്ട് അവരുടെ ഇരുന്നു. പക്ഷേ 4-ാമത്തെ ആഴ്ച, 4-ാമത്തെ തവണ സിറ്റിങ്ങിലിരിക്കുന്ന സമയത്ത് അവർ പറഞ്ഞു, സതേ എൻ്റെ ജീവിതം സന്തോഷപൂർണ്ണമാണ്, ഞാനിപ്പോൾ സന്തോഷവതിയാണ്. തൊട്ടടുത്ത ഒരു സെഷനിൽ അവർ പറഞ്ഞു, ഇന്ന് ഞാൻ ഉംറക്ക് പോകാൻ വേണ്ടി ക്ലാസ്സിന് വരികയാണ്. ഇന്ന് ഞാൻ ലെറ്റിൽ ലൈഫ് എൻറിച്ച്മെൻറ്റ് ട്രെയിനിങ് പ്രോഗ്രാമിൽ വരാനുണ്ടായ കാരണം എനിക്ക് സന്തോഷം പറയാതിരുന്നാൽ അതൊരു അസ്വസ്ഥതയായതുകൊണ്ടാണ്. ഇന്ന് രാവിലെ ഞാൻ ഉംറക്ക് ക്ലാസ്സിനും ഇവിടുത്തെ ലെറ്റിനും കൂടി വരണമെന്ന് കരുതി ഇറങ്ങുമ്പോൾ പാചകം നേരത്തെ ചെയ്യട്ടെ എന്ന് കരുതി നേരത്തെ ഒരുങ്ങി ഇറങ്ങുകയാണ്. അപ്പോൾ ഇടയ്ക്ക് തോന്നി മുറ്റൊന്നടിക്കാം. മുറ്റത്തിറങ്ങി നോക്കുമ്പോൾ എൻ്റെ അമ്മായിയും എല്ലാം അടിച്ചു വൃത്തിയാക്കിയിട്ടുണ്ട്. അതൊരു അത്ഭുതമായിരുന്നു. എന്നാൽ പിന്നെ പോകാനുള്ള ഭക്ഷണം നേരത്തെ പാചകം ചെയ്യട്ടെ എന്ന് കരുതി അടുക്കളയിൽ ചെന്ന് നോക്കുമ്പോൾ എനിക്ക് ആവശ്യമുള്ള ഫുഡടക്കം നേരത്തെ അമ്മായിമ്മ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്നു. എനിക്കൊരു കുഞ്ഞുണ്ട്, ഒരു 4 വയസ്സുകാരൻ. അവൻ എപ്പോഴും എന്നെ ശല്യം ചെയ്യുക എന്നത് അവൻ്റെ ഇഷ്ടവിനോദമാണ്. എന്നെ എപ്പോഴും ആക്രമിക്കുകയും എന്നെ പ്രയാസപ്പെടുത്തുകയും എനിക്ക് അനിഷ്ടമുള്ള എന്തൊക്കെയുണ്ടോ അതെല്ലാം ചെയ്യുന്നൊരു പൊന്നുമോൻ. എന്നെ കഷ്ടപ്പെടുത്താൻ വേണ്ടി ജനിച്ചൊരു മകനെന്ന് എനിക്കിപ്പോഴും തോന്നാറുണ്ട്. ഞാനുമായി കലഹമുണ്ടാകുമ്പോഴൊക്കെ എൻ്റെ ഈ മകനെ എനിക്കെതിരെ തിരികൊളുത്തി വിടാൻ ഈ അമ്മായിയുമ്മയുടെ ചാതുര്യം, അമ്മായിയുമ്മയുടെ സാമർത്ഥ്യം അതീവമായിരുന്നു. പക്ഷേ ഇന്ന് ഞാൻ പുറപ്പെടാൻ നേരത്ത് എന്നെ ശല്യം ചെയ്യാൻ വന്ന എൻ്റെ മകനെ പറഞ്ഞു സമാധാനിപ്പിക്കുന്നത് എൻ്റെ അമ്മായിയുമ്മയാണ്. ഞാൻ എന്താ ഉപയോഗിച്ചത്? 1-ാമത്തെ സെഷനിൽ വന്നിരിക്കുന്ന സമയത്ത് ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ജീവിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയാക്കുക, നമ്പർ 1. 2, നിങ്ങളുടെ കൂടെ നിങ്ങളുടെ ഈ വീട്ടിൽ ജീവിക്കുന്ന ഏതൊരു മനുഷ്യനും നിങ്ങളിൽ നിന്നുള്ള പെരുമാറ്റം പോസിറ്റീവാക്കുക. എന്ന് പറഞ്ഞാൽ ഞാൻ അവരോട് പറഞ്ഞു, നമ്മുടെ സാങ്കേതികമായ ഭാഷാ പ്രയോഗം പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എന്നാണ്. പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എന്നാണ് അതിൻ്റെ സാങ്കേതിക പ്രയോഗം.
എന്താണ് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്? നമ്മൾ നമ്മുടെ വീട്ടിൽ ജീവിക്കുമ്പോൾ ഒരു 24 hours അത് നമ്മളൊന്ന് എടുക്കുക. ഈ 24 മണിക്കൂറിനിടയിൽ എൻ്റെ ഈ വീട്ടിൽ ജീവിക്കുന്ന ഭർത്താവ്, ഭർത്താവിൻ്റെ ഉമ്മ, ഭർത്താവിൻ്റെ പിതാവ്, സഹോദര സഹോദരി, കുടുംബാംഗങ്ങൾ അവരാരോ എങ്ങനെയെന്നത് മാറ്ററേ അല്ല. മറിച്ച് അവർക്ക് എന്നിൽ നിന്ന് അവരെ സന്തോഷിപ്പിക്കുന്ന ഏതൊക്കെ ആക്ഷനുകൾ ഉണ്ടാകുന്നുണ്ട്. പ്രഥമ ദൃഷ്ടിയ നമ്മൾ പരസ്പരം കണ്ടുമുട്ടുന്ന സമയത്ത് ഒരു 5 സന്തോഷിപ്പിക്കുന്ന ആക്ഷൻ എങ്കിലും ഇല്ലെങ്കിൽ നിങ്ങളുടെ സ്വഭാവം, നിങ്ങളുടെ സ്കിൽ അത് പുവറാണ്, മോശമാണ്. സ്വന്തം വീട്ടിൽ ഒന്നിച്ച് ജീവിക്കുന്ന ഒരു മാതാവിനെ അഥവാ ഭർത്താവിൻ്റെ മാതാവിനെ മാതാവായി തന്നെ കാണണം, പിതാവിനെ പിതാവായി കാണണം. അങ്ങനെയുള്ള ഒരാളോട് ഒന്ന് ഐ കോണ്ടാക്റ്റ് എന്ന് പറഞ്ഞാൽ മുഖത്തേക്ക് സന്തോഷപൂർവ്വം നോക്കുക. നോട്ടം കുറേ രീതിയിലുണ്ട്. ചിലരുടെയൊക്കെ നോട്ടം കണ്ടാൽ ഭയങ്കര മിസ്റ്റേക്ക് തന്നെയാണ്. ഒരു ദിവസം ഒരാളെ വീട്ടിലൊരു സൽക്കാരം നടക്കുന്ന സമയത്ത് അയൽ വീട്ടുകാരനോട് പറഞ്ഞു, ഇനിയും നോക്കണേ ഇയാളെ. സുബ്ഹാനല്ലാഹ്, ഈ അതിഥി പകുതി കഴിച്ചിട്ട് എഴുന്നേറ്റ് പോകുമ്പോൾ ചോദിച്ചു, എന്തേ ഭക്ഷണത്തിന് വല്ല കുറവുണ്ടോ? അയാളെ നോട്ടം സഹിച്ചുകൂടാത്തത് കൊണ്ട് ഇറങ്ങി പോകുന്നതാണെന്ന് പറഞ്ഞത്. അങ്ങനെ നോക്കരുത്. നോട്ടം എന്ന് പറയുന്നത് ഒരു സന്തോഷം ഫീൽ ചെയ്യുന്ന നോട്ടം, പരിഗണന ഫീൽ ചെയ്യുന്ന നോട്ടം. ആ നോട്ടം സ്വന്തം മാതാവിനെ നോക്കുക. വലിയ ചിലവുണ്ടോ? വെരി സിമ്പിൾ, പക്ഷേ വെരി സ്ട്രോങ് റിസൾട്ട് ഉണ്ടാക്കുന്ന സ്നേഹമാണത്. സെക്കൻഡ് വൺ, രണ്ടാമത്തത് എന്താണ്? ജസ്റ്റ് ഒന്ന് പുഞ്ചിരിക്കുക. വല്ല ചിലവുണ്ടോ? ഒരു ചിലവുമില്ലാത്ത പരിപാടിയാണ്. ഒന്ന് പുഞ്ചിരിക്കുക. അപ്പോൾ ചിലർക്കൊക്കെ പറയാനുണ്ട്, ഉസ്താദേ പുഞ്ചിരിച്ചാൽ തിരിച്ച് എന്തെങ്കിലും പറയാൻ ചാൻസ് ഉണ്ട്. പറഞ്ഞോട്ടെ, നിങ്ങൾ ആത്മാർത്ഥമായി പുഞ്ചിരിക്കണം. മൂന്നാമത് ഞാൻ പറഞ്ഞത് എന്താ അറിയോ? വേണമെങ്കിൽ നിങ്ങൾക്കിത് നോട്ട് ചെയ്യാവുന്നതാണ്, നിർബന്ധമില്ല. നിങ്ങൾക്ക് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന പേരിൽ ഞാൻ യൂട്യൂബ് ചാനലിൽ ചെയ്ത വീഡിയോ വേണമെങ്കിൽ സെർച്ച് ചെയ്ത് കാണാവുന്നതാണ്. അപ്പോൾ മൂന്നാമത്തത് എന്താണ്? നിങ്ങൾ പരസ്പരം കണ്ടുമുട്ടുന്ന സമയത്ത് രാവിലെ എഴുന്നേറ്റ് വരിക, ഉമ്മയോട് അസ്സലാമു അലൈക്കും പറയൽ നല്ലതാണ്, ഗുണകരമായ പെരുമാറ്റമാണ്, പോസിറ്റീവായ ബിഹേവിയറാണ്. നമ്മൾ പതിവാക്കണം. ഭർത്താവിനോടും ഇത് നല്ലതാണ്. നാലാമത്തത്, ഉമ്മയെ ഉമ്മ എന്ന് സ്നേഹം തോന്നുന്ന രീതിയിലുള്ള വിളി. അഞ്ചാമത്തത്, പറ്റുമെങ്കിൽ ഏറ്റവും നല്ല കൾച്ചറാണ് മുസാഫഹത്ത്. ഇതൊക്കെ അഭികാമ്യമാണ്. എല്ലാ വൃത്തികേടുകളും ഫോളോ ചെയ്യും പലരും. അതേസമയത്ത് വളരെ മൂല്യമുള്ള, വളരെ വാല്യൂ ഉള്ള ഇത്തരം പെരുമാറ്റങ്ങളെല്ലാം നമുക്ക് പലപ്പോഴും അന്യമാണ്. പല വഷളൻ ഏർപ്പാടുകളും ഷോർട്സിലൂടെയും റീൽസിലൂടെയും ഒക്കെ കാണുമ്പോൾ അത് ഫോളോ ചെയ്യാനും വഷളത്തരങ്ങൾ റീൽസായും ഷോർട്സായും ചെയ്തിറക്കാനും മാത്രം മാനസികമായി ദുർബലപ്പെട്ടുപോയവരായി നമ്മൾ മാറരുത്. നമുക്ക് ധന്യമായി ജീവിക്കാൻ കഴിയും. അതിന് ചെയ്യേണ്ട സിമ്പിൾ ആക്ടിവിറ്റി. ഞാനിത് പറഞ്ഞപ്പോൾ ഈ സഹോദരി മൂന്നാമത്തെ ഒരു സെഷനിൽ എന്നോട് പറഞ്ഞു, ഞാനത് ചെയ്തപ്പോൾ നല്ല മാറ്റമൊക്കെ ഉണ്ട്, പക്ഷേ ഒരു റിസൾട്ട് ഇങ്ങോട്ട് ഉണ്ടാകുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, റിസൾട്ടിന് വേണ്ടി ചെയ്യരുതായിരുന്നു. നിങ്ങൾ എന്തിനു വേണ്ടി ചെയ്യണം? ഫോർ യു, ഫോർ മീ. ഞാൻ എനിക്ക് വേണ്ടി ചെയ്യണം. ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുക്കൂറ. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അതൊരു ധന്യമായ ഒരു പെരുമാറ്റമാണ്. മറ്റൊരാളുടെ റിസൾട്ടിന് വേണ്ടി ചെയ്യരുത്. റിപ്ലൈ, റിസൾട്ട്, റിയാക്ഷൻ ഇതിനു വേണ്ടി ചെയ്യരുത്. മറിച്ച് എൻ്റെ സുഖത്തിന്, എൻ്റെ മൂല്യത്തിന് വേണ്ടി ഞാൻ ചെയ്യുന്ന നന്മ. അങ്ങനെ പറഞ്ഞപ്പോൾ നാലാമത്തെ സെഷനിൽ വന്നപ്പോൾ അവർ പറഞ്ഞ മറുപടിയാണ് സക്സീഡ്, വിജയിച്ചു, എൻ്റെ ലക്ഷ്യം പൂർത്തീകരിച്ചു. ഞാൻ ചോദിക്കുന്നു, ഡോക്ടറാകേണ്ടത് ദാമ്പത്യ ജീവിതത്തിൽ ആളാകാൻ വേണ്ടിയാണോ? ഇവരൊക്കെ ആളെ ചികിത്സിച്ചാൽ എന്താകും? സുബ്ഹാന റബ്ബി. നാം ചെയ്യേണ്ടത് വിവാഹ ജീവിതത്തിലേക്ക് കടക്കാൻ ഒരാളുടെ കൈമുതലായി, ഒരാളുടെ കയ്യിലിരിപ്പായി കൂടെ ഉണ്ടാകേണ്ടത് കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ്.
ഈ സ്കിൽ നാം അച്ചീവ് ചെയ്യണം, ഈ സ്കിൽ നാം നേടിയെടുക്കണം. അത് നേടിയെടുത്താൽ ഏത് മൃഗതുല്യരായ കുടുംബാംഗങ്ങളെയും നിങ്ങൾക്ക് പുഷ്പം പോലെ നയിക്കാൻ പറ്റും, ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. പ്രയാസമില്ലെങ്കിൽ കുറേ സമയമായി ഇരിക്കുന്നത്. നിങ്ങളെ ഈ വേഷത്തിലിരിക്കുമ്പോൾ ഞാൻ നേരത്തെ അഭിപ്രായം പറഞ്ഞിരുന്നു, ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാകാൻ ചാൻസ് ഉണ്ട്. ചൂടൊക്കെ എനിക്കിതിൻ്റെ ചൂട് എന്തായാലും ഉണ്ടാകും, അത് ഞാൻ വിധിക്കപ്പെട്ടതാണ്, ഞാനതിനെ ആക്സെപ്റ്റ് ചെയ്തു, ഞാനതിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്തു. അതേസമയത്ത് നിങ്ങൾ കഷ്ടപ്പെടേണ്ടതില്ലല്ലോ. പ്രയാസമുണ്ടെങ്കിൽ എഴുന്നേറ്റ് നിൽക്കാം, നിന്നിട്ട് നിങ്ങളുടെ മുന്നിലെ ചെയറുകൾ നിങ്ങൾക്ക് ഫില്ല് ചെയ്യാം. താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ കുറഞ്ഞ ഒരു 1, 2, 3 മിനിറ്റ് വേണമെങ്കിൽ അങ്ങനൊരു അവസരം നൽകാം. എന്നാൽ നിങ്ങൾക്ക് എന്നെ ശ്രവിക്കാനൊരു സുഖം ഉണ്ടാകും, ഒരു സന്തോഷം ഉണ്ടാകും. നിങ്ങൾ ഒരേ ഇരുന്നിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിനൊരാശ്വാസവും ഉണ്ടാകും. ഷബി ഉസ്താദ് സൂചിപ്പിച്ചൊരു വിഷയം, നമ്മൾ സാധാരണ ലെറ്റ് പ്രോഗ്രാമിൽ, ലൈഫ് എൻറിച്ച്മെൻറ്റ് ട്രെയിനിങ് പ്രോഗ്രാമിൽ ചെയ്യാറുള്ള ഒരു ശൈലിയുണ്ട്. അതിവിടെ ഉപയോഗിച്ചാൽ നന്ന് എന്നാണ് പരിചയപ്പെടുത്താം. അതേസമയത്ത് ഇവിടെ അത് ഉപയോഗിക്കുന്നില്ല. ലെറ്റിൽ ഉപയോഗിക്കുന്ന രീതി ഞാൻ ക്ലാസ് എടുക്കാറില്ല. മറിച്ച് അവർ ഹൽക്കയായി, റൗണ്ടായി ഇരുന്ന് ഓരോരുത്തരുടെയും ലൈഫിലെ റിയൽ മാറ്ററുകൾ ചർച്ചയ്ക്ക് കൊണ്ടുവരുന്നു, പരിഹാരങ്ങൾ ചർച്ചയ്ക്ക് വിധേയമാക്കുന്നു. ആ പരിഹാരങ്ങൾ ജീവിതത്തിൽ ഉപയോഗിച്ചിട്ട് റിസൾട്ട് കാണുന്നത് വരെ ഫോളോ ചെയ്യുന്നു. അങ്ങനെ റിസൾട്ട് കാണുന്നു. വിവാഹ ജീവിതം ദുരിതമാണെന്ന് വിശ്വസിക്കുകയും വൈവാഹിക ജീവിതം ഇതോടെ അവസാനിച്ചു എന്ന് വിശ്വസിക്കുകയും ചെയ്യുന്ന നിരവധി കുടുംബങ്ങൾ ആ ഒരു ട്രെയിനിങ് പ്രോഗ്രാമിൻ്റെ ഭാഗമായി വളരെ ഭംഗിയായി ഇപ്പോൾ അൽഹംദുലില്ലാ വൈവാഹിക ജീവിതം മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് പലപ്പോഴായിട്ട് അറിയാവുന്നതുകൊണ്ടാണ്, അതേക്കുറിച്ച് ബോധ്യമുള്ളത് കൊണ്ടാണ് ഉസ്താദ് വിഷയം സൂചിപ്പിച്ചത്. നമ്മുടെ സ്ഥാപനങ്ങളിലെല്ലാം പ്രാക്ടീസ് ചെയ്യാവുന്ന ഒരു ട്രെയിനിങ് പ്രോഗ്രാം കൂടിയാണത്. പക്ഷേ ഞാൻ ഇവിടെ വെച്ച് ഒന്നുകൂടി സൂചിപ്പിക്കുകയാണ്, നമ്മുടെ സ്ഥാപനങ്ങൾക്കും മറ്റുമൊക്കെ താല്പര്യമുണ്ടെങ്കിൽ ഇത് ഇത്തരം പൂർവ്വ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയും മറ്റുമൊക്കെ ഒരു മാസത്തിൽ ഒരു സെഷൻ കണ്ടക്ട് ചെയ്യുകയും എന്നിട്ട് പിന്നീട് ലേഡീസായ ട്രെയിനേഴ്സിനെ തന്നെ രൂപപ്പെടുത്തുകയും ആ ലേഡീസ് ട്രെയിനർ നമ്മുടെ ലൈഫിൽ നമ്മൾ നേരിടുന്ന പ്രധാന പ്രശ്നങ്ങളെ വിശകലനം നടത്തുകയും പരിഹാരങ്ങൾ നിർദ്ദേശിക്കുകയും പരിഹാരം ലഭ്യമാകുന്നത് വരെ ഫോളോ അപ്പ് നൽകുകയും ചെയ്യുന്ന ഭംഗിയായ ലോകോത്തര നിലവാരമുള്ള ട്രെയിനിങ് സിസ്റ്റം, അത് നമുക്കൊക്കെ ഫോളോ ചെയ്യാവുന്നതാണ്, നടപ്പിലാക്കാവുന്നതാണ് എന്ന് ഭാഗികമായി പറഞ്ഞ് ഞാൻ എൻ്റെ വിഷയം തുടരുന്നു. കുടുംബജീവിതം അതൊരു ഗെയിമിഫിക്കേഷനിലൂടെയാണ് നടപ്പിലാക്കേണ്ടത്. കുടുംബജീവിതം എന്ന് പറഞ്ഞാൽ നമ്മൾ കുടുംബജീവിതത്തിൻ്റെ ഭാഗമായി ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, ഭർത്താവിനെ ഹാൻഡിൽ ചെയ്യുക. ഭർത്താവിനെ ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് 2 ടൈപ്പുണ്ട്. ഒന്ന്, ഭരിക്കുന്നവരുണ്ട്. ഭരണം, ഭർത്താവിനെ ഭരിക്കുക, കീഴടക്കുക, അത് ഇരിക്കും കൊമ്പ് മുറിക്കുന്നതിന് സമാനമാണ്. മനസ്സിലാക്കണം, ഭർത്താവിനെ കീഴടക്കുക എന്നത് അത് എങ്ങനെ? സ്നേഹം കൊണ്ടുള്ള കീഴടക്കൽ, ഇറ്റ്സ് ഓക്കെ, അതൊരു ബ്യൂട്ടിയാണ്, അതൊരു ഭംഗിയാണ്. മറ്റു കുരുട്ട് വിദ്യകൾ കൊണ്ട് കീഴടക്കുന്നത് ഇരിക്കും കൊമ്പ് മുറിക്കുന്നതിന് സമാനമാണ്. ഫോർ എക്സാമ്പിൾ, ഭർത്താവ് ജോലിക്ക് പോകുമ്പോൾ ജോലിയിൽ കയറി ഇടപെടുന്നു. അവിടെ പോകരുത്, ഇവിടെ പോകരുത്, അങ്ങനെ ശാഠ്യങ്ങൾ പിടിച്ചും ബഹളങ്ങൾ വെച്ചും ഭർത്താവിനെ ശല്യം ചെയ്യുന്നു. ടു ഡേഞ്ചർ. എന്താണ് വേണ്ടത്? സ്നേഹഭാഷകൾ കൊണ്ട് കീഴടക്കണം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പെരുമാറിയിരുന്ന ജീവിത രീതി ബീവി ആയിഷത്തു തുഹ്റ റളിയല്ലാഹു അൻഹ പഠിപ്പിക്കുന്നത് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ വീട്ടിലേക്ക് വന്നാൽ ശാരീരികമായി ടച്ച് ചെയ്യുകയും സന്തോഷപൂർവ്വമുള്ള പെരുമാറ്റം നബി തങ്ങൾ പെരുമാറാറുണ്ടായിരുന്നു.
ഒരു സ്നേഹഭാഷയാണ് ഫിസിക്കൽ ടച്ച്. ലോകത്തെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട പുസ്തകങ്ങളിൽ ഒന്നാണ് ദ 5 ലവ് ലാംഗ്വേജ്. അതിൻ്റെ സമ്മറി വേണമെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ തന്നെ യൂട്യൂബ് ചാനലിൽ കേൾക്കാൻ കഴിയും. ഗാരി ചാപ്മാൻ എന്ന ലേഡിയാണ്, കുടുംബ മനഃശാസ്ത്രജ്ഞ കൂടിയായ ആ വ്യക്തിയാണ്, അദ്ദേഹമാണ് ആ പുസ്തകത്തിൻ്റെ രചയിതാവ്. അതിലെ ഒരു സ്നേഹഭാഷയാണ് ഫിസിക്കൽ ടച്ച്. രണ്ടാമത്തെ ഒന്നാണ് വേർഡ് ഓഫ് അഫർമേഷൻ. എന്താണ് വേർഡ് ഓഫ് അഫർമേഷൻ? വാചികമായി സ്നേഹം കൈമാറുന്നതാണ് വേർഡ് ഓഫ് അഫർമേഷൻ. ഫോർ എക്സാമ്പിൾ, ഭർത്താവ് വീട്ടിലേക്ക് കടന്നു വരുന്ന സമയത്ത് ഭർത്താവിനോട് നിങ്ങൾ ആദ്യം പറയാറുള്ള വാക്ക് ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. അതിൽ സ്നേഹമുണ്ടാകാറുണ്ടോ? ഭർത്താവിനോട് നിങ്ങളൊരാവശ്യം ഉന്നയിക്കുന്നു, നിങ്ങൾക്കൊരു പർദ്ദ വാങ്ങിക്കണം, നിങ്ങൾ എന്താ പറയുന്ന വാക്ക് എന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ചില സഹോദരിമാരൊക്കെ പറയും പർദ്ദ വാങ്ങണം. ഈ മാസം ഏതാ? റബീഉൽ അവ്വൽ. പർദ്ദ വാങ്ങാൻ പോകുന്ന സമയത്ത് നമ്മൾ പറയുന്നത് എന്താ അറിയാം? കഴിഞ്ഞ വലിയ പെരുന്നാൾക്ക് നമ്മൾ പർദ്ദ വാങ്ങിയിട്ടില്ല, ചെറിയ പെരുന്നാൾക്ക് വാങ്ങിയതാണ്. അതിനുശേഷം ജ്യേഷ്ഠൻ്റെ ഭാര്യ അല്ലെങ്കിൽ അനുജൻ്റെ ഭാര്യ അല്ലെങ്കിൽ നമ്മളെ അമ്മായിൻ്റെ മോള്, അങ്ങനെ ഇവരൊക്കെ പറഞ്ഞിട്ട് പറയും അവർ 2 പർദ്ദ വാങ്ങി. ഇങ്ങനെയാണ് നമ്മൾ തുടങ്ങുക. അഥവാ എനിക്ക് പർദ്ദ വേണമെന്നാണ് പറയേണ്ടത്. നമ്മൾ എന്താ പറയാൻ പോകുന്നത്? അവർ പർദ്ദ വാങ്ങിയിട്ടുണ്ട്, മറ്റൊരു 3 വാങ്ങിയിട്ടുണ്ട്, ഇവർ 4 വാങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് തുടങ്ങുക. ഇതോടുകൂടെ ഒരാൾക്ക്, ഒരു ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഭാര്യയ്ക്ക് ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര സുഖകരമായ, ആനന്ദകരമായ ഒരു അംഗീകാരമാണത്. പക്ഷേ ആ സുഖം തീർത്ത് പോയി കിട്ടും ഈ ഒറ്റ പറച്ചിലുകൊണ്ട്. വേർഡ് ഓഫ് അഫർമേഷനിൽ ഇപ്പോൾ ചില ആൾക്കാരൊക്കെ ഉണ്ട്, ഭർത്താവ് എന്ത് ചെയ്തു? നിങ്ങൾ പറഞ്ഞു സാധനമൊക്കെ വാങ്ങാൻ പറഞ്ഞു. അങ്ങനെ സാധനമൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്നു. അതിൽ തക്കാളി വാങ്ങാൻ പറഞ്ഞു, ക്യാരറ്റ് വാങ്ങാൻ പറഞ്ഞു, ഉള്ളി വാങ്ങാൻ പറഞ്ഞു, മുരിങ്ങ വാങ്ങാൻ പറഞ്ഞു. ഇങ്ങനെ വാങ്ങാനുള്ളതൊക്കെ വാങ്ങി. അതിലേതോ ഒരു സാധനം വിട്ടുപോയി. അപ്പോൾ വാങ്ങിയിട്ട് ചോദിച്ചു, ഇതുണ്ട്, അതില്ല. അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴാ ഒരു മര്യാദയ്ക്കൊരു മുഴുവൻ സാധനവും വാങ്ങിയിട്ട് വന്നത്? ഈ മനുഷ്യൻ അങ്ങാടിയിൽ തണ്ടി ഈ വെയിലും കൊണ്ട് ഇതെല്ലാം സഹിച്ചു വരുന്ന സമയത്ത് ഒരു നല്ല വാക്കുകൾക്ക് ഒരു സുഖമായിരുന്നു. പക്ഷേ ഈ വാക്കോടുകൂടെ നിങ്ങൾ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ മുഴുവനും ഇടിച്ചു പൊളിച്ച് താഴെ ഇട്ടു. ഒരു നല്ല വാക്ക് അത് വലിയ ആനന്ദമാണ്. ഭർത്താവിനോട് ഇപ്പം ഞാൻ തിരിച്ചുള്ളത് പറയാത്തത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, കേൾക്കാൻ ആളില്ലല്ലോ. തിരിച്ച് നമുക്ക് ഉപകാരപ്പെടുന്നത് പറയാലോ. എന്ത് ചെയ്യണം? ഈ വേർഡ് ഓഫ് അഫർമേഷൻ എന്നത് സ്നേഹഭാഷയാണ്, നമ്മൾ ഉപയോഗിക്കണം. എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്, നിങ്ങൾ ധരിച്ച ഡ്രസ്സ് നന്നായിരിക്കുന്നു, നിങ്ങൾ സാധനം വാങ്ങിച്ചു കൊണ്ടുവന്നത് നന്നായിരിക്കുന്നു, നിങ്ങളുടെ കൂടെയുള്ള ജീവിതം എനിക്ക് ധന്യമാണ്. ചിലരൊക്കെ തമാശക്ക് തിരിച്ചാ പറയാ, ഞാൻ പെട്ടതാണ്, ഉദ്ദേശിക്കൊന്നുമില്ല, വെറുതെ പറയാണ്. ആ പറയുന്ന ഒന്ന് തിരിച്ചു പറഞ്ഞാൽ, നല്ലത് പറഞ്ഞാൽ എന്താ, എത്ര സുഖമാണ്, എത്ര എളുപ്പമാണ്. ആ വാക്കുകൾ പിന്നീട് നമ്മളെ കുത്തിനോവിക്കും. വേർഡ് ഓഫ് അഫർമേഷൻ എന്നതൊരു സ്നേഹഭാഷയാണ്. ഗാരി ചാപ്മാൻ എന്ന ലേഡി ഇത് പറയുന്നത് അനേകം കുടുംബ ജീവിതങ്ങൾ തകർന്നു പോയതിന് ശേഷം, എസ്പെഷ്യലി പ്രണയം എന്നതിനെക്കുറിച്ച് പലരും കരുതുന്നത് ഒരു പവിത്രമാണ് എന്നാണ്. ശ്രദ്ധിക്കണം. പ്രണയത്തെക്കുറിച്ച് ഞാൻ സമയമുണ്ടെങ്കിൽ ശേഷം പറയാം. ഗാരി ചാപ്മാൻ അത് വ്യക്തമായി പറയുന്നുണ്ട്. പ്രണയത്തിലൂടെ വൈവാഹിക ജീവിതത്തിലേക്ക് കടന്നവരൊക്കെ ചെന്നുപെടുന്നൊരു അബദ്ധമുണ്ട്. നമ്മൾ കേരളീയരൊക്കെ ഒരു 1950 മുതൽ വലിയൊരു കാലം, പ്രത്യേകിച്ച് സിനിമാ ലോകം പാടിയും പറഞ്ഞും നടന്നു. എന്ത്? പ്രണയം പവിത്രമാണ്, പ്രണയം പവിത്രമാണ്. എന്താ പ്രണയം? 2 കൂട്ടർക്കും അറിയില്ല. ഇപ്പം പിന്നെ പ്രണയം എന്ന് പറഞ്ഞാൽ മനസ്സിലാകണമെങ്കിൽ വേറെ ഒരു സ്കൂളൊക്കെ തുടങ്ങണം, അതുമാത്രം പഠിക്കാനുള്ള മാറ്റർ കൂടിയാണ്. ഏതായാലും ഈ പ്രണയത്തെക്കുറിച്ച് പവിത്രമാണ് എന്ന് പറഞ്ഞു നടന്ന ആൾക്കാരുണ്ട്. അവർ പ്രണയത്തിലൂടെ വിവാഹം ആരംഭിച്ചു. പക്ഷേ അവരിൽ 80% എന്നാണ് ഞാൻ പറയാറുള്ളത്. കേട്ട സദസ്സുകാർ പലപ്പോഴും പറയാറുള്ളത് 100% എന്നാണ്. എല്ലാവരും ഫെയിലിയറാണ്. പ്രണയത്തിലൂടെ കുടുംബജീവിതം സ്റ്റാർട്ട് ചെയ്തവർ കുടുംബജീവിതം പിരിഞ്ഞൊടുങ്ങിയവരാണ്. ഗാരി ചാപ്മാൻ്റെ അവകാശവാദം, ഈ സ്നേഹഭാഷ അത് കൃത്യമായി ഉപയോഗിക്കാൻ അറിയാത്തവർ പ്രണയത്തിലൂടെ ചെയ്യുന്നത് എന്താ? സത്യത്തിൽ
രണ്ട് മിസ്റ്റേക്കുകളാണ് അവിടെ വരുന്നത്. അത് പറയാം, ഇപ്പം തന്നെ പറയാം. ഒന്നാമത്തത് എന്താണെന്നറിയോ? നാം സെക്സിനെ, ലൈംഗികതയെ തെറ്റുദ്ധരിക്കുന്നു. സെക്സ് എന്നത് അടിസ്ഥാനപരമായി പവിത്രമാണ്, ബയോളജിക്കലായി അനിവാര്യതയാണ്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ആത്മീയ ജീവിതമുണ്ടാകാൻ അനിവാര്യതയുള്ള ഒന്നാണ് സെക്സ്. ആരോഗ്യത്തിന് അനിവാര്യതയുള്ള ഒന്നാണ് സെക്സ്. ഈ സെക്സിന് പക്ഷേ ഭക്ഷണം പോലെ, ഭക്ഷണം പവിത്രമാണ്, ഭക്ഷണം കഴിച്ചാലാണ് നമുക്ക് ജീവിക്കാൻ പറ്റുക. പക്ഷേ നിങ്ങൾ ഈ നടു റോട്ടിലിരുന്ന് ബിരിയാണി കഴിക്കുമോ? കഴിച്ചാൽ ആൾക്കാർ കൂട്ടിക്കൊണ്ടുപോകും വേറൊരു സ്ഥലത്തേക്ക്. അതുപോലെയാണ് സെക്സും. ആൾ മാറിയാലും സന്ദർഭം മാറിയാലും സമയം മാറിയാലും ഒക്കെ പ്രശ്നം ഉണ്ടായേക്കാം. ആദ്യം നമ്മൾ നിഷേധിക്കുന്നത് എന്താ? അങ്ങനെയൊന്നുമില്ല. ഈ അങ്ങനെ ദാലിക്ക എവിടത്തേക്കും അടങ്ങുന്ന ലമീറ. അതിൻ്റെ അർത്ഥം നിങ്ങൾ അൺകോൺഷ്യസ്ലി, ഉപബോധ മനസ്സിലൂടെ നിങ്ങൾ സെക്സിനെ നിഷേധിക്കുന്നു. അങ്ങനെയല്ല. സെക്സിനെ അംഗീകരിക്കൂ പ്ലീസ്. നമ്പർ 1 മിസ്റ്റേക്ക്. രണ്ടാമത്തത് എന്താണ്? പ്രണയത്തിൻ്റെ പേരിൽ നിങ്ങൾ ചില അതിർവരമ്പുകൾ ലംഘിക്കുന്നു. ഒരു പുരുഷൻ, ഒരു സ്ത്രീ, അഥവാ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ, ഇവിടെ നിയമ സംവിധാനങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ 18 വയസ്സിന് താഴെയുള്ളവരെ കുട്ടി എന്ന് വിളിക്കും. പക്ഷെ നാം 15 വയസ്സ് തികഞ്ഞാൽ അവൻ പുരുഷനാണ്, ഋതുമതിയായാൽ അവൾ സ്ത്രീയാണ് എന്ന് നിർവചിക്കുന്നു, വാദിക്കുന്നു. മെഡിക്കൽ സയൻസിൻ്റെ പഠനങ്ങൾ നമ്മുടെ പിന്നിൽ വന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നു. ഇവിടെ ഈ പുരുഷനും സ്ത്രീയുമായവർ ഒന്നിച്ച് സംഗമിക്കുന്നത് സൂക്ഷിക്കണം എന്ന് നമ്മൾ പറയുന്നു. ഫോർ എക്സാമ്പിൾ, കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്ത്, അദ്ദേഹം എന്നോട് ഫോണിൽ വിളിച്ചിട്ട് ചോദിച്ചു, എൻ്റെ മകൾ SSLC പഠിക്കുകയാണ്. SSLC പഠിക്കുന്ന എൻ്റെ മകൾ ഈ പ്രാവശ്യം സ്കൂളിൽ നിന്ന് ടൂർ പോകണം. 5 ബസ്സാണ് ടൂർ പോകുന്നത്. 5 ബസ് ടൂർ പോകുമ്പോൾ ഈ കൂട്ടത്തിൽ എൻ്റെ മകളും പോകണമെന്ന് പറയുന്നു. എത്ര സമയം? 3 ദിവസം ഉൾക്കൊള്ളുന്ന ടൂർ പോകണമെന്ന് പറയുന്നു. അതിൽ പെൺകുട്ടികൾ മാത്രമാണോ? നോ. പെൺകുട്ടികളും ആൺകുട്ടികളും ഉൾക്കൊള്ളുന്ന യാത്ര പോകുന്നു. ടൂറ് പോകുന്നത് എന്തെങ്കിലും ഒരു ആത്മീയമായി പുരോഗതി ഉണ്ടാകുമെന്ന് ചിന്തിച്ചിട്ടാണോ? ആണോ? നോ. എന്തിനാ പോകുന്നത്? എൻ്റർടൈമിങ് ആകണമെങ്കിൽ എന്തു വേണം? നോ എനി കൺട്രോൾ. ഒരു നിയന്ത്രണവും പാടില്ല. നിയന്ത്രണം പാടേണ്ട പിന്നെ പണ്ടന്നെ ടൂർ പോകണം. അപ്പോൾ പിന്നെ ഈ ആരാൻ്റെ മക്ക് ഭ്രാന്തായാൽ കാണാൻ നല്ല സുഖമാണെന്ന ഒരു തത്വം അംഗീകരിക്കുന്ന ഈ അധ്യാപകർ, എല്ലാ അധ്യാപകരെയും ഞാൻ പറഞ്ഞിട്ടില്ല, അങ്ങനെ ചെയ്യുന്നവരെ പറഞ്ഞേ പറ്റൂ. ആയിരക്കണക്കിന് രക്ഷിതാക്കളുടെ ചങ്കിലാണ് ഇവർ ഈ മുള്ളു തറയ്ക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ പെൺകുട്ടിയെ ടൂറിന് പറഞ്ഞേക്കുന്ന സമയത്ത് എന്താണ് പ്രശ്നം? വിശ്വാസമില്ലാത്തത് കൊണ്ടാ? ആണോ? നോ. വിശ്വാസമില്ലാത്തത് കൊണ്ടല്ല. അല്ല, പിന്നെ ആൺകുട്ടിയും പെൺകുട്ടിയും തമ്മിൽ കണ്ടാൽ തീണ്ടിപ്പോകും, പവിത്രത നഷ്ടപ്പെട്ടു പോകും, അങ്ങനെയാണോ? നോ, അങ്ങനെയുമില്ല. പരസ്പരം വിശ്വാസമില്ലാത്തത് കൊണ്ടല്ല. പിന്നെ ഒരു മനുഷ്യൻ്റെ ബയോളജിക്കൽ പ്രോസസ്സാണ് ഒരാൺകുട്ടിക്ക് പെൺകുട്ടിയോട് താല്പര്യം തോന്നുക, പെൺകുട്ടിക്ക് ആൺകുട്ടിയോട് താല്പര്യം തോന്നുക. അത് ബയോളജിക്കലായിട്ടുള്ള ഒരു സംഗതിയാണ്. ചിലരൊക്കെ അതിന് ഞരമ്പ് രോഗം എന്ന് പറയാറുണ്ട്. സത്യത്തിൽ അത് ആരോഗ്യമാണ്. ഈ സംഗതി ഇല്ലെങ്കിൽ അവരെ വിവാഹമൊന്നും കഴിപ്പിക്കാൻ പാടില്ല. ഡോക്ടറെയൊക്കെ കാണിച്ച് പ്രശ്നമൊക്കെ തീർന്നിട്ടേ വിവാഹമൊക്കെ കഴിപ്പിക്കാൻ പാടുള്ളൂ. ശരിക്കും ആണിന് പെണ്ണിനോട്, പെണ്ണിനാണിനോട് താല്പര്യം തോന്നുക എന്നത് സ്വാഭാവികതയാണ്. ഈ സ്വാഭാവികത അംഗീകരിക്കണമെന്ന് ഇസ്ലാം പറയുന്നു. ഇസ്ലാം എന്തേ പറയുന്നുള്ളൂ? അവിശ്വസിക്കണമെന്നല്ല പറയുന്നത്, മറിച്ച് സാഹചര്യങ്ങൾ സൂക്ഷിക്കണം. ഒരു ദിവസം എൻ്റെ അടുത്ത് ഒരു രക്ഷിതാവ്, നല്ല വിദ്യാഭ്യാസമുള്ള, നല്ല മതബോധമുള്ള, നല്ല സാമൂഹിക ഇടപെടലുകൾ നടത്തുന്ന പ്രഗത്ഭനായ ഒരു സുഹൃത്ത്, അദ്ദേഹത്തിൻ്റെ എൻജിനീയറായ ഒരു മകനെ കൂട്ടി എൻ്റെ അടുത്ത് വന്നു. എന്താണ് പ്രശ്നം? ഫാമിലിയുമായി ഒരു നിലക്കും ഒത്തുപോകാൻ കഴിയാത്തൊരു പെൺകുട്ടിയുമായി എൻ്റെ മകന് ഒരു റിലേഷനുണ്ട്, ഒരു പ്രണയമുണ്ട്. ഈ വിഷയത്തിൽ ഞാൻ 6 മാസത്തിന് മേലെയായി ഒരുപാട് പ്രഗത്ഭരായ സൈക്കോളജിസ്റ്റുകളെ സമീപിച്ചു. എല്ലാം പരാജയപ്പെട്ടു.
അപ്പോൾ നമ്മൾ തമ്മിൽ സുഹൃത്തുക്കളാണെന്ന അഡ്രസ്സിലാണ് അവനെ കൂട്ടി വന്നത്. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, നമുക്ക് സംസാരിക്കാം. ഈ മകനോട് ഞാൻ ചോദിച്ചു, മോനെ നീ ഇവിടെ വന്ന ലക്ഷ്യം മനസ്സിലായോ? അതേ മനസ്സിലായി. ഞാൻ ചോദിച്ചു, ഞാൻ ആദ്യം ഒരു ചോദ്യം ചോദിക്കട്ടെ? യെസ്. നിനക്ക് ഈ കുട്ടിയുമായി പിരിയാൻ വല്ല ചാൻസും ഉണ്ടോ? ഇല്ല എന്ന് പറയുന്നതിന് പകരം അവൻ എന്നോട് പറഞ്ഞു, ആ വിഷയം എന്നോട് സംസാരിച്ചാൽ ഞാൻ ഇപ്പോൾ എഴുന്നേറ്റ് പോകും, അതുകൊണ്ട് അത് മാത്രം സംസാരിക്കും. ഓക്കെ, വിട്ടു. ഞാൻ ഒരു കാരണവശാലും നിന്നോട് പിരിയണം എന്നും പറയില്ല, തുടരണം എന്നും പറയില്ല. യുവർ പ്രോപ്പർട്ടി, നീ ജീവിക്കുന്ന നിന്റെ ജീവിതം അത് നിൻ്റെതാണ്. അത് സേവ് ചെയ്യുക, സേഫ് ആക്കുക എന്നത് യുവർ ഡ്യൂട്ടി, ഓൺലി യുവർ ഡ്യൂട്ടി. അതിൽ ഞാൻ ഇടപെടില്ല. ഞാൻ ആവശ്യങ്ങൾ ഉന്നയിക്കില്ല, അഭിപ്രായം പോലും പറയില്ല. ഓക്കെ. ഞാൻ ചോദിച്ചു, നിനക്ക് നിന്റെ ഫാമിലിയുമായി ഒത്തുപോകുന്നത് ഇഷ്ടമാണോ? ഇഷ്ടമാണ്. നിന്റെ മാതാപിതാക്കളും നീയും തമ്മിൽ നല്ല ബന്ധമാണോ? ആയിരുന്നു. ഇപ്പൊ ഞാൻ ചോദിച്ചു, ഈ ഒരു റിലേഷൻ, ഈ ഒരു ബന്ധം നിന്റെ ഫാമിലിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അവൻ ഉടനെ എന്നോട് ചോദിച്ചു, വല്ല ഒപ്പിച്ചു തരാൻ വല്ല വഴിയുണ്ടോ? ഞാൻ പറഞ്ഞു, അത് മാത്രമാണ് എന്നോട് ചോദിക്കാത്തത്. ഞാൻ തുടരാനും പറയില്ല, മുറിക്കാനും പറയില്ല. നിന്റെ പ്രോപ്പർട്ടി, യു ക്യാൻ ലീഡ് ഇറ്റ്. നിനക്കത് മുന്നോട്ട് കൊണ്ടുപോകാം. അതിനുശേഷം ഞാൻ വീണ്ടും ചോദിച്ചു, നിനക്ക് ഫാമിലിയെ ഇഷ്ടമാണ്, ഫാമിലിയുമായി ഒത്തു മുന്നോട്ട് പോകണം, ഈ റിലേഷൻ ഫാമിലിക്ക് അക്സെപ്റ്റബിൾ അല്ല എങ്കിൽ എൻ്റെ ഒരു ചോദ്യം, എന്താണ് ഇപ്പം നിൻ്റെ ആവശ്യമാണിത്? ഫാമിലിയുമായിട്ട് ഒത്തുപോകണം, ഫാമിലിക്ക് ഇത് ഒത്തുപോകില്ല. അപ്പോൾ അടുത്ത നെത്തീജ എന്താണ്? അടുത്ത വേർഡ് എന്താണ്? അവിടെ അടുത്ത സെൻറ്റൻസ് എന്താ? ഈ റിലേഷൻ സക്സസ്ഫുൾ അല്ല എന്നാണ് അവിടെ ഉള്ളത്. ഞാൻ ചോദിച്ചു, എന്താണ് നിൻ്റെ ഒരു അനിവാര്യത എന്താ? അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, ഞാൻ ആരോടും പറയാത്തൊരു വിഷയമാണ്, ഞങ്ങൾ തമ്മിൽ ഒരുപാട് ഫിസിക്കൽ റിലേഷനുകൾ നടന്നു പോയിട്ടുണ്ട്, അഥവാ സിന നടന്നു പോയിട്ടുണ്ടെന്നർത്ഥം. നിങ്ങൾക്കത് മനസ്സിലാകുന്നതുകൊണ്ട് ഇനിയും ഞാൻ അതിനെ വിശദീകരിക്കേണ്ടതില്ല. എൻ്റെ ചോദ്യം നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ഈ ഫിസിക്കൽ റിലേഷൻ എന്ന് പറയുന്നത്, അത് ലൈംഗിക ബന്ധം എന്ന് പറയുന്നത് എന്തുകൊണ്ട് സംഭവിച്ചു? എന്തായിരുന്നു പ്രണയം? ഒന്നാമത്, നിങ്ങൾ സെക്സിനെ നിഷേധിച്ചു. നിങ്ങൾ എന്ന് ഞാൻ പറയുന്നത് ഈ സർക്കിളിൽ ഇപ്പോൾ കയറി നിൽക്കുന്നവരെ നിങ്ങൾ ഇത് നിഷേധിച്ചു. രണ്ടാമത്തെ എന്താ പ്രശ്നം? നിങ്ങൾ അതിർവരമ്പുകൾ ഇസ്ലാം പറഞ്ഞു. നിങ്ങൾ പരസ്പരം വിശ്വസിച്ചോ, പക്ഷേ പുരുഷനും സ്ത്രീയും എന്നത് പരസ്പരം അട്രാക്റ്റീവായ ബന്ധമുള്ള, ആകർഷണീയ ബന്ധമുള്ള ഒരു ജൈവികതയുള്ളവരാണ്. നിങ്ങൾ പരസ്പരം ഒന്നിച്ചിരുന്നാൽ നിങ്ങൾക്ക് പരസ്പരം താല്പര്യമുണ്ടാവുക എന്നത് നോർമലാണ്, അത് അബ്നോർമലല്ല. ഇത് രണ്ടും നിങ്ങൾ നിഷേധിച്ചപ്പോൾ നിങ്ങളൊരു കുഴിയിൽ വീണു. ആ കുഴിയുടെ ആഘാതമാണ് ഇപ്പം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ധന്യമായ ഒരു ജീവിതത്തിലേക്ക് കടന്നു വരാൻ നാം ആദ്യമേ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു ഭാഗം, അഥവാ ഈ പ്രണയത്തിൻ്റെ പേരിൽ ഇപ്പം നമ്മൾ അനുഭവിക്കുന്ന ആ ഒരു ഭാഗം, ഞാനൊന്ന് കുറഞ്ഞ ഭാഗം പറഞ്ഞത് അവസാനിപ്പിച്ച് പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ കൂടെ സൂചിപ്പിക്കാനുള്ളത് കൊണ്ട് ആ ഭാഗം ഒന്ന് കട്ട് ഓഫ് ചെയ്യുന്നു. പ്രണയത്തിൽ അബദ്ധം വരുന്നത് എന്തുകൊണ്ട്? ഈ രണ്ട് പ്രധാനപ്പെട്ട സംഗതികൾ നാം നിഷേധിക്കുന്നു. ഒന്ന്, സെക്സിനെ നിഷേധിക്കുന്നു. രണ്ട്, ഇസ്ലാം ഒരു അതിർവരമ്പ് പറഞ്ഞു. ഈ അതിർവരമ്പ് നാം പാലിക്കണം. ഇതുപോലെ ഇതിന് പലരും മറുപടി പറയുന്നുണ്ട്. എന്താ മറുപടി? ഞങ്ങൾ ഒന്നിച്ച് ക്ലാസ് റൂമിൽ ഇരുന്നിട്ട് ഞങ്ങൾക്ക് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ലല്ലോ, ഞങ്ങൾ ഒന്നിച്ച് സ്റ്റാഫ് റൂമിൽ ഇരുന്നിട്ട് ഞങ്ങൾക്ക് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ലല്ലോ. ഇറ്റ്സ് ഓക്കെ, അങ്ങനെ തന്നെയാണ്, നിഷേധിക്കുന്നൊന്നുമില്ല. പരസ്പരം കണ്ടതുകൊണ്ട് എല്ലായ്പ്പോഴും അബദ്ധം വരും, എല്ലായ്പ്പോഴും പരസ്പരം ആകർഷിക്കും എന്ന് പറഞ്ഞിട്ടില്ല. ഏതുപോലെ നിങ്ങൾ രാവിലെ 10 മണിക്കാണ് നാസ്ത കഴിച്ചത്, സമൃദ്ധമായി നാസ്ത കഴിച്ചു. 11 മണിയാകുമ്പോൾ അല്ലെങ്കിൽ 10:30 മണിയാകുമ്പോൾ ബിരിയാണി വെച്ചു, നല്ല സ്മെല്ല് വരുന്നുണ്ട്. നിങ്ങൾക്ക് ബിരിയാണിയോട് താല്പര്യം ഉണ്ടാവുമോ? ഉണ്ടാകുമോ? ഇല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ബിരിയാണി താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ ശരിയാവോ? ഇല്ല. ഇതുപോലെ എല്ലായ്പ്പോഴും തോന്നിക്കൊള്ളണം എന്നില്ല.
ഒരു സ്ത്രീയുടെ ബോഡിയിൽ എഗ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു നിമിഷം, ആ സമയത്തുണ്ടാകുന്ന ഹോർമോണൽ ചേഞ്ച്, ആ ഹോർമോണൽ ചേഞ്ച് ഉണ്ടാക്കുന്ന മൈൻഡ്, മാനസികാവസ്ഥ എൻ്റയർ ഡിഫറെൻറ്റ്, അടിമുടി മാറ്റമാണത്. ആ സമയം നിങ്ങൾക്ക് തോന്നുന്നൊരു തോന്നലിനെ ബ്രേക്ക് ചെയ്യാൻ കഴിയില്ല. നിങ്ങൾക്കുണ്ടാകുന്ന മെൻസസിനോട് അടുത്ത സമയം ഉണ്ടാകുന്ന ഒരു മോഡ് സിൻസ്, അതിൽ ഉണ്ടൊരു അഗാധമായ ഒരവസ്ഥ. ഇതെല്ലാം നമ്മുടെ ജൈവികമായ പ്രത്യേകതകളാണ്. ഈ പ്രത്യേകതകൾ നമ്മൾ ഉൾക്കൊള്ളുകയാണ് ചെയ്യേണ്ടത്. എന്നിട്ട് അതിനാവശ്യമായ പരിരക്ഷകൾ സ്വീകരിക്കുന്നു. അപ്പോൾ അകലം പാലിക്കേണ്ട സമയം അകലം പാലിക്കുന്നത് നിലവാരമാണ്. അത് നിലവാരമാണ്. ഈ അകലം പാലിക്കാതിരിക്കുന്നത് ഏതുപോലെയാണെന്നറിയോ? 2 വീലർ ഉപയോഗിക്കുന്ന സമയത്ത് ഹെൽമറ്റ് ഉപയോഗിക്കണമെന്നത് നിയമമാണ്. ഹെൽമറ്റ് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ പണിഷ്മെൻ്റ് ഉണ്ടാകും, ശിക്ഷയുണ്ടാകും. ഇവിടെ ഒരാൾ പറയുന്നു, ഞാൻ 8 കൊല്ലമായി 2 വീലർ ഉപയോഗിക്കുന്നു, ഇന്ന് വരെ ഞാൻ വീണിട്ടില്ല, 3 ലക്ഷം കിലോമീറ്റർ ഞാൻ ഓടിച്ചിട്ടുണ്ട്. അയാൾ ചോദിക്കുന്നു, ഇന്ന് വരെ ഞാൻ വീണിട്ടില്ലല്ലോ, ഞാൻ ഹെൽമെറ്റ് ധരിക്കണ്ടെന്ന് പറഞ്ഞാൽ അംഗീകരിക്കും നിയമം? ഇല്ല. നിയമം പറയും ചെയ്തേ പറ്റൂ. കാരണം എന്താ? 2 വീലർ യൂസ് ചെയ്യുക എന്നതൊരു അപകട സാധ്യതയുണ്ട്. അങ്ങനെ സംഭവിക്കുന്ന അപകട സാധ്യതയിലെ ഒരു നിശ്ചിത ശതമാനം തലക്ക് അപകടം പറ്റുന്നു. തലക്ക് അപകടം പറ്റുന്നത് ജീവിതം നഷ്ടപ്പെടാൻ കാരണമാകുന്നു. എല്ലാവർക്കുമാണോ? അല്ല. 2 വീലർ ഉപയോഗിക്കുന്നത് എത്ര എന്ന് കണക്കെടുക്കുക. അതിൽ തലക്കപകടം പറ്റി മരിക്കുന്ന കണക്കെടുക്കുക, ചെറിയൊരു ശതമാനമാണ്. പക്ഷെ എന്നാലും നിയമം ബാധകമാണ്. ഈ ഒരു മരിച്ച അവിടെ തീരും. അതേസമയത്ത് ഒരു പ്രണയത്തിലൂടെ ഉണ്ടായിത്തീരുന്ന ദുരന്തം എത്രയാണെന്നറിയോ? ഞാൻ ഒരുപാട് സ്ഥലത്ത് നിന്ന് എനിക്ക് എഴുത്തുകൾ കിട്ടിയ ഒരു വിഷയമാണ്. എന്താ? ഒരു സ്ഥാപനത്തിൽ ഞാൻ ഒരു ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ഒരു കുട്ടി വളരെ അത്യാസന്ന നിലയിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ആ കുട്ടിയെ ഒരു 3-4 മിനിറ്റോളം ഞാൻ യാന്ത്രികമായി നിരീക്ഷിക്കുന്നൊരു സന്ദർഭം ഉണ്ടായി. ആ സമയത്ത് അവിടെ ഈ കുട്ടിയെ ലീഡ് ചെയ്യുന്ന മെൻറ്ററോട് ഞാൻ ചോദിച്ചു, ഈ കുട്ടിക്ക് ഈ അസുഖം എപ്പോഴും ഉണ്ടാകാറുണ്ടോ? ഉണ്ട്. അപ്പോൾ ഈ കുട്ടിയുടെ ഒരു കേസ് സ്റ്റഡീസ് തരാമോ? തരാം. ഞാൻ പറഞ്ഞു, ഈ കുട്ടിക്ക് ഇങ്ങനെ മാരകമായ അസുഖങ്ങളില്ല. അപ്പോൾ അദ്ദേഹം എൻ്റെ മുഖത്തിങ്ങനെ തുറിച്ചു നോക്കി. എന്നോട് പറഞ്ഞു, ഡോക്ടർ ഈ കുട്ടിയുടെ കുറിപ്പിൽ അത് എഴുതിയിട്ടുണ്ട്, പക്ഷേ ഈ കുട്ടിക്ക് മരണപ്പെട്ടു പോകാവുന്ന രോഗലക്ഷണങ്ങൾ കണ്ടുവരുന്നുണ്ട്. എന്തായിരുന്നു യഥാർത്ഥ കാരണം? കുട്ടിയുടെ മാതാപിതാക്കൾ പിരിഞ്ഞു കഴിയുന്നവരാണ്. അവരുടെ ജീവിതം ആരംഭിച്ചത് പ്രണയത്തിലൂടെയാണ്. പ്രണയത്തിലൂടെ ആരംഭിച്ച് ജീവിതം പിരിയുക എന്നത് പ്രണയവിവാഹത്തിൻ്റെ വലിയൊരു ശതമാനമാണ്. ശ്രദ്ധിക്കണം ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ചോദ്യം ഉണ്ടാകും, ട്രഡീഷണലായിട്ടുള്ള അറേഞ്ച്ഡ് മാരേജിൽ വിവാഹം പിരിയൂലേ? പിരിയാം. പക്ഷേ അറേഞ്ച്ഡ് മാരേജും ലവ് മാരേജും തമ്മിൽ വേർതിരിയുന്നത് ലവ് മാരേജിൻ്റെ പരാജയ ശതമാനം വലുതാണ്. ഏതിനേക്കാൾ? അറേഞ്ച്ഡ് മാരേജിനേക്കാൾ. നമ്പർ 1. നമ്പർ 2 എന്താണെന്നറിയോ? ലവ് മാരേജിൻ്റെ പേരിൽ നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ അടുത്ത ബന്ധുക്കളെ, മാതാവിനെ, പിതാവിനെ, അടുത്ത പ്രിയപ്പെട്ടവരെ എല്ലാവരെയും മാറ്റി നിർത്തിയിട്ട് നിങ്ങൾ ഒന്നിക്കുന്നു. അറേഞ്ച്ഡ് മാരേജിൽ നിങ്ങൾ ഒന്നിക്കുന്നത് മാതാവും പിതാവും അമ്മാവനും ചോദിക്കാനും പറയാനുമുള്ള വലിയൊരു സംഘത്തെ കൂടെ നിർത്തിയിട്ട് നിങ്ങൾ വിവാഹത്തിലേക്ക് കടക്കുന്നു. ഒരു കുട്ടി ഒരു തമാശ പറഞ്ഞത് കേട്ടു കഴിഞ്ഞ ദിവസം. നമുക്കൊരു അപകടം ഉണ്ടാകുമ്പോൾ എല്ലാവരും കൂടെ ഉണ്ടാകും, അതിൻ്റെ സൂചനയാണ് കല്യാണം കഴിക്കുമ്പോൾ എല്ലാവരും കൂടെ ഉണ്ടാകുമെന്ന്. അങ്ങനെ അല്ല കേട്ടോ യാഥാർത്ഥ്യം. കല്യാണം കഴിക്കുക എന്നത് വലിയൊരു ദൗത്യം ഏറ്റെടുക്കലാണ്. ആ ദൗത്യം ഏറ്റെടുക്കുന്ന സമയത്ത് അതിൻ്റെ അർത്ഥമറിഞ്ഞ് ഏറ്റെടുക്കാൻ ഒരു പെൺകുട്ടിക്ക് സാധിക്കുമെങ്കിൽ, അതുപോലെ ഒരാളോട് സമീപിക്കേണ്ടത്, പെരുമാറേണ്ടത് എങ്ങനെയെന്നറിഞ്ഞ് നിങ്ങൾ വിവാഹ ജീവിതത്തിലേക്ക് കടക്കുമെങ്കിൽ യു ആർ സേഫ്. ഇന്ന് നല്ലൊരു ശതമാനം പെൺകുട്ടികളും വിവാഹ ജീവിതത്തെ ഭയപ്പെടുന്നു.
ചിലരൊക്കെ പെൺകുട്ടികളെ തെറ്റിദ്ധരിക്കാറുണ്ട്. അവർക്ക് ഏതോ പ്രണയബന്ധങ്ങളുള്ളത് കൊണ്ടാണ് വിവാഹത്തിന് സന്നദ്ധരാകാത്തതെന്ന് തെറ്റിദ്ധരിക്കാറുണ്ട്. ഭയം കൊണ്ടാണ്. മാതാവിനെയും പിതാവിനെയും കാണുന്നു, അമ്മാവനെയും ഉമ്മായിയെയും കാണുന്നു, പലരെയും കാണുന്നു. ഇവരെല്ലാം വിവാഹത്തിൻ്റെ പേരിൽ ദുരിതങ്ങളിലും ദുരന്തങ്ങളിലുമാണ്. ഇനി ഞാനും ചെന്ന് ചാടണോ ഈ പൊട്ടക്കിണറ്റിൽ എന്നതാണ് ഈ കുട്ടിയുടെ ചിന്ത. അത് ശരിയാണ്. എനിക്ക് അവരോട് പറയാനുള്ള ആൻസർ എന്താണെന്നറിയോ? നിങ്ങൾക്ക് വിവാഹത്തിൻ്റെ മൂല്യമറിഞ്ഞ് വിവാഹ ജീവിതത്തെ ഏറ്റെടുക്കാനുള്ള ധൈര്യമുണ്ടെങ്കിൽ നിങ്ങളാണ് ധൈര്യശാലിനികൾ. 2, നിങ്ങൾക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പെരുമാറ്റ രീതികൾ ഉൾക്കൊള്ളാൻ നിങ്ങൾ സന്നദ്ധമാണോ? ഏത് പുലിയായാലും ഏത് പൂച്ചയായാലും നിങ്ങൾക്ക് അവരെ ഡീൽ ചെയ്യാൻ വളരെ സിമ്പിളായി സാധിക്കും, വളരെ എളുപ്പം സാധിക്കും. വേണമെങ്കിൽ ഈ പൂർവ്വ വിദ്യാർത്ഥി സംഘത്തിൽ നിന്ന് നിങ്ങളിൽ ഒരു സംഘം ഇത് പരിശീലിക്കാൻ സന്നദ്ധമാണെങ്കിൽ നിങ്ങൾ ഏറ്റവും ടഫായിട്ടുള്ള റിലേഷനുകൾ എടുത്ത് മുന്നിൽ വെച്ച് പഠിക്കാൻ തയ്യാറായാൽ ഞാൻ ചലഞ്ചായിട്ട് കാണിച്ചു തരും, ഒരു വെല്ലുവിളിയായിട്ട് ഞാൻ അത് ഏറ്റെടുത്ത് കാണിച്ചു തരും. അത് വിജയിപ്പിക്കാൻ കഴിയും. എത്ര മോശം പെരുമാറ്റക്കാരെയും ഡീൽ ചെയ്യാൻ, കൈകാര്യം ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. അതിനുള്ള ശേഷി നിങ്ങളുടെ ഓരോരുത്തരിലുമുണ്ട്. ഇനി മറ്റൊന്നാണ്, ഞാൻ ആ ഭാഗം അത്രമാത്രം പറഞ്ഞാൽ മതിയാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ലുണ്ടെങ്കിൽ ആരെയും ഡീൽ ചെയ്യാൻ നിങ്ങൾക്ക് കഴിയും. ഇനി അടുത്തൊരു വിഷയം നിങ്ങളോട് പരാമർശിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇതാണ്. വിവാഹ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ കെയർ ചെയ്യേണ്ടത് യുവർ ഹെൽത്ത്, നിങ്ങളുടെ ആരോഗ്യമാണ്. ആരോഗ്യം വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇന്ന് വിവാഹ ജീവിതത്തിലേക്ക് വരുന്നതിന് മുമ്പുള്ള ഒരു 13, 14, 15, 17, 18 വയസ്സാകുമ്പോൾ പെൺകുട്ടികളിൽ പലരും സ്ലിം ബ്യൂട്ടിയാകാൻ ശ്രമിക്കുന്നു. അതൊരു മിസ്റ്റേക്കാണ്. സ്ലിം ബ്യൂട്ടിയാകാൻ വേണ്ടി ഭക്ഷണം ഉപേക്ഷിക്കുന്നു, പ്രത്യേകിച്ച് ന്യൂട്രിയൻസ് ഉള്ള ഭക്ഷണങ്ങൾ ഉപേക്ഷിക്കുന്നു. അത് നിങ്ങളുടെ മൈൻഡിനെ സാരമായി പ്രതികൂലമായി ബാധിക്കുന്നു, നെഗറ്റീവ് എഫക്ഷൻ ഉണ്ടാക്കുന്നു. അതുകൊണ്ട് ദയവായിട്ട് നിങ്ങൾ ആരോഗ്യകരമായ ഭക്ഷണങ്ങൾ ഉപേക്ഷിക്കരുത്. പിന്നെ ഇത് സസ് ക്യാൻസൽ ചെയ്യണോ? സസ് ക്യാൻസൽ ചെയ്യണം, നിർത്തണം. ഓക്കെ. അപ്പോൾ നമ്മൾ ആരോഗ്യം ആദ്യം സംരക്ഷിക്കണം. കാരണം ആരോഗ്യമില്ലെങ്കിൽ അത് നമ്മുടെ മനസ്സിനെ പ്രതികൂലമായി ബാധിക്കും. ആരോഗ്യം അനിവാര്യമായൊരു ഘടകമാണ്. പ്രത്യേകിച്ച് ഈ കാലയളവിൽ നമ്മൾ ആരോഗ്യകരമായ ഭക്ഷണം ശീലിക്കുന്നില്ലെങ്കിൽ മൈൻഡ് പെട്ടെന്ന് ഡൈവേർട്ടാകും. പ്രത്യേകിച്ച് നമ്മുടെ ലൈംഗികമായ മാനസികാവസ്ഥയും ഡൈവേർഷൻ സംഭവിക്കും. ഒരുപക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഡൈവേർഷൻ നിങ്ങളെ ലെസ്ബിയൻ എന്ന ചിന്തയിലേക്ക് കൊണ്ടുപോകാൻ, അതുപോലെയുള്ള നിരവധി വൈകൃതങ്ങൾ ഉൾക്കൊള്ളുന്നവരാക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കും. ഇന്ന് ഒരുപാട് കേസ് കാണുന്നുണ്ട്. കഴിഞ്ഞ അടുത്തൊരു ദിവസം ഒരു സുഹൃത്ത്, മതവിരുദ്ധധാരിയായ ഒരു സുഹൃത്ത്, വിവാഹം കഴിഞ്ഞിട്ട് 1.5 വർഷത്തിന് മേലെയായി. അദ്ദേഹം പറഞ്ഞു ഇപ്പം വിവാഹം പിരിയുകയാണ് ഇന്ന്. എന്തേ? ഈ 1.5 വർഷത്തിനിടയിൽ ഒരുപാട് തവണ എല്ലാ ശ്രമങ്ങളും നടത്തിയിട്ടും പരസ്പരം ഇവർക്ക് ലൈംഗികമായി സംഗമിക്കാൻ, പരസ്പരം ശാരീരിക ബന്ധങ്ങൾക്ക് സാധിച്ചിട്ടില്ല. ഇതിന് ഈ പെൺകുട്ടി തടസ്സമാണ്. ഞാൻ ആ വിഷയത്തെക്കുറിച്ച് പഠിക്കാൻ എൻ്റെ ഒരു ട്രെയിനറോട് പറഞ്ഞു. എന്തായിരുന്നു അതിൻ്റെ പഠന റിപ്പോർട്ട് എന്നറിയോ? ശാരീരികമായി വളരെ വീക്കായിരുന്നു ഈ സഹോദരി. അതിൻ്റെ പ്രധാന കാരണം പഠന കാലയളവ്, +2 ഡിഗ്രി കാലയളവിൽ ഈ സ്ലിം ബ്യൂട്ടിയുടെ ഭാഗമായി ഭക്ഷണം പറ്റേ നിയന്ത്രിക്കുകയും കൺട്രോൾ ചെയ്യുകയും ഭക്ഷണം ഉപേക്ഷിക്കുകയും ചെയ്തതിൻ്റെ പേരിൽ ഇപ്പോൾ അവരുടെ മൈൻഡ് സെറ്റാകുന്നേയില്ല, മനസ്സിൽ താല്പര്യം തോന്നുന്നില്ല, ശരീരം വഴങ്ങുന്നില്ല. ഇത് വലിയൊരു വിഷയമാണ്. ഇത്തരം വിഷയം വരുന്ന സമയത്ത് തന്നെ ഞെട്ടിച്ചൊരു മാറ്റർ എന്താണെന്നറിയോ? വിവാഹ ജീവിതത്തിൽ നിന്ന് പിന്മാറുന്നതിൻ്റെ തൊട്ടടുത്ത ദിവസങ്ങളിൽ ഈ സഹോദരൻ ഈ പെൺകുട്ടിയുടെ കയ്യിൽ നിന്ന്, സാധാരണ അവർ 1.5 വർഷം അവരൊന്നിച്ച് ജീവിച്ചു. ഈ 1.5 വർഷത്തിനിടയിൽ ഒരു തവണ പോലും
അസഭ്യം പറയുകയോ തല്ലുകയോ ചീത്ത വിളിക്കുകയോ ഇത്തരം പ്രശ്നങ്ങളുണ്ടായിട്ട് അതിൻ്റെ പേരിൽ ഈ പെൺകുട്ടിയെ മറ്റുള്ളവർക്ക് കുരുതിക്ക് കൊടുക്കുകയോ ചെയ്യാതെ ഈ പെൺകുട്ടിയെ സേവ് ചെയ്ത് വന്ന ആൾ ഈ പെൺകുട്ടിയുടെ ഫോൺ കോൾ യാദൃശ്ചികമായി കാണേണ്ടി വരുന്നു, കേൾക്കേണ്ടി വരുന്നു. മണിക്കൂറുകളോളം കൂടെ പഠിച്ച സുഹൃത്തുക്കൾ, ഈ ആൺ സുഹൃത്തുക്കളോട് ശൃംഗരിക്കുന്നതിൽ ഈ കുട്ടിക്കൊരു പ്രശ്നവുമില്ല. സ്വന്തം ഭർത്താവിനോട് സന്തോഷത്തോടെ ഒരു 2 വാക്ക് സംസാരിക്കാൻ അവർ തുനിയുന്നില്ല. അതിൻ്റെ കാരണം സ്വന്തം സഹോദരിയോട് ഈ പെൺകുട്ടി പറഞ്ഞിരിക്കുന്നത്, ഭർത്താവിനോട് ഞാൻ നല്ല രീതിയിൽ സംസാരിച്ചാൽ ആ സംസാരം ശാരീരിക ബന്ധത്തിലേക്കെത്തും, അതെനിക്ക് ഭയമാണ് എന്നായിരുന്നു. പകരം ഈ അന്യപുരുഷന്മാരോട് നോമ്പ് നോറ്റിരിക്കുന്ന സമയത്ത് പോലും, സുന്നത്ത് നോമ്പ് നോറ്റിരിക്കുന്ന സമയത്ത് പോലും മണിക്കൂറുകളോളം, അതും പാതിരാ സമയത്ത് പോലും ശൃംഗരിക്കുന്നു. എന്നെ ഞെട്ടിച്ച മറ്റൊരു വശമുണ്ട്. ഇവരുടെ പിതാവ് ഒരു മുസ്ലിയാരാണ്. ആ മുസ്ലിയാരുടെ മുമ്പിൽ ഈ വിഷയമെത്തിയപ്പോൾ അദ്ദേഹം പറയുന്നത്, അത് സുഹൃത്തുക്കളല്ലേ, സൗഹൃദ ബന്ധമല്ലേ എന്നാണ്. ഞാൻ അതേക്കുറിച്ച് ഇപ്പം തൽക്കാലം ഒന്നും പറയാതെ മാറ്റിവെക്കുന്നു. എൻ്റെ വിഷയം, നാം ആരോഗ്യം സംരക്ഷിക്കുന്നിടത്തുകൂടെ ശ്രദ്ധ വെക്കണം. അത് നമ്മുടെ മാനസികാരോഗ്യത്തെ കൂടി ബാധിക്കുന്ന വിഷയമാണ്. ബോഡി ആൻഡ് മൈൻഡ് ആർ വൺ സിസ്റ്റം. നമ്മുടെ ശരീരവും മനസ്സും എന്ന് പറയുന്നത് ഒരു സിസ്റ്റമാണ്. അതുകൊണ്ട് വാരി വലിച്ച് എന്തെങ്കിലുമൊക്കെ കഴിക്കണം, ഫാറ്റ് നിറഞ്ഞ ഫുഡ് കഴിക്കണം എന്ന് തെറ്റിദ്ധരിക്കരുത്. ന്യൂട്രിയൻസ് ഉൾക്കൊള്ളുന്ന ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് അനിവാര്യമായ ഭക്ഷണ സംസ്കാരം ഉണ്ടാകണം. ഭക്ഷണം കഴിക്കുമ്പോൾ 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നല്ലതാണ്. 1, കണ്ടന്റ് ഹെൽത്തി ആയിരിക്കുക. 2, ടൈമിംഗ്, ഭക്ഷണത്തിൻ്റെ സമയം ആരോഗ്യകരമായിരിക്കുക. 3, വെള്ളത്തിൻ്റെ അളവ് കൃത്യമായിരിക്കുക. ഇതിൽ വിശാലമായി സംസാരിക്കേണ്ടതാണ്. ഞാൻ അതിനെ ചുരുക്കി വാക്കുകളിൽ സൂചിപ്പിച്ച് അത് നിർത്താം. കണ്ടന്റ് എന്ന് പറഞ്ഞാൽ കഴിക്കുന്ന ഭക്ഷണത്തിൽ ആഴ്ചയിൽ 1 തവണ മാംസം ഉണ്ടാകണം, എല്ലാ ദിവസവും അല്ല. അതുപോലെ ആഴ്ചയിൽ ഒരു 4-5 ദിവസമെങ്കിലും ധാന്യങ്ങളും ഇലകളും ധാരാളമായി ഉൾപ്പെടുത്തണം. പച്ചക്കറിയിൽ വെയിറ്റ് കൂടുതലുള്ള ആൾക്കാർ കഴിയുന്നതും മണ്ണിൻ്റെ മേലെയുള്ള ഐറ്റംസ് ഉപയോഗിച്ചാൽ ഗ്ലൈസമിക് ID കുറയും, അത് ശരീരത്തിന് സപ്പോർട്ട് ചെയ്യും. അതേസമയത്ത് വെയിറ്റ് കുറവുള്ളവർ ധാരാളമായി എല്ലാതരം പച്ചക്കറികളും ഫ്രൂട്ടുകളും ധാന്യങ്ങളും ഇലവർഗ്ഗങ്ങളും ധാരാളമായി ഉപയോഗപ്പെടുത്തണം. പിന്നെ മുട്ട, മീന്, പാല് തുടങ്ങിയവ ആവശ്യാനുസരണം ഉപയോഗിക്കാം. ഇത്തരം കാര്യങ്ങൾ ഉപയോഗിക്കുമ്പോൾ ആരോഗ്യപരമായി ഏതെങ്കിലും തരത്തിൽ നമുക്ക് പ്രയാസം നേരിടുന്നുണ്ടെങ്കിൽ വിദഗ്ധരായ ഡോക്ടർമാരുടെ ഒപ്പീനിയനുകൾ, അഭിപ്രായങ്ങൾ തേടണം. അതിൽ ഒരിക്കലും അമാന്തിച്ച് നിൽക്കരുത്, അവിടെ മടി കാണിക്കരുത്. മെഡിസിനൽ യൂസ്, മെഡിക്കേഷൻ, അതിൽ മാത്രമേ നിങ്ങൾ കൂടുതൽ സൂക്ഷ്മത പുലർത്തേണ്ടതുള്ളൂ. അതേസമയത്ത് അഭിപ്രായങ്ങൾ പ്രത്യേകിച്ച് വിദഗ്ധരായ ഡോക്ടർമാരിൽ നിന്ന് തേടുന്നതിലും ഡയഗ്നോസിസ്, പരിശോധനകൾ കൃത്യമായി ചെയ്യുന്നതിലും ഒരിക്കലും നമ്മൾ മടിച്ചു നിൽക്കരുത്. പരിശോധനകൾ എപ്പോഴും കൃത്യമായി നടത്തുകയും വിലയിരുത്തലും വളരെ അനിവാര്യമായി നടത്തണം. രണ്ടാമത്തത് ടൈമിംഗ്. നാസ്ത എത്ര നേരത്തെ കഴിക്കാൻ പറ്റുമോ അത് നമ്മുടെ ആരോഗ്യത്തിൻ്റെ ആണിക്കല്ലാണ്. ഡിന്നറും അങ്ങനെ തന്നെയാണ്. എത്ര നേരത്തെ കഴിയുമോ അത്രയും നമ്മുടെ ആരോഗ്യം പ്രധാനമാണ്. വെള്ളം, ഒരു ശരീരത്തിന് ക്ലെൻസിങ് ആവശ്യമുണ്ടെങ്കിൽ, ഒരു വെയിറ്റ് ലോസ് ഒക്കെ ആവശ്യമുള്ളത് എന്നൊരു തലത്തിലാണെങ്കിൽ 20 കിലോക്ക് 1 ലിറ്റർ എന്ന രീതിയിൽ വെള്ളം 24 മണിക്കൂറിനിടയിൽ കുടിക്കണം. ഒന്നിച്ച് കുടിക്കരുത്, സിപ്പായിട്ട് കുടിക്കണം. അതും പകൽ സമയത്താണ് കുടിക്കേണ്ടത്, രാത്രി സമയത്തല്ല. അതേസമയം കോമണായി ഒരു 2-3 ലിറ്റർ വെള്ളം കുടിച്ചാൽ മതിയാകും. ഈ വെള്ളം കൂടി സ്കിന്നിൻ്റെ ആരോഗ്യത്തിന് നല്ലതാണ്, ക്ലെൻസിങ്ങിന് നല്ലതാണ്, കിഡ്നിയുടെ ആരോഗ്യത്തിന് നല്ലതാണ്, ലിവറിൻ്റെ ആരോഗ്യത്തിന് നല്ലതാണ്. ടോട്ടലി ഇൻറ്റേർണൽ ഓർഗൻസ്, ആന്തരിക അവയവങ്ങൾ എല്ലാറ്റിനും അത് നല്ലതാണ്. ഞാൻ ആ ഭാഗം അവിടെ നിർത്തുന്നു. ആരോഗ്യം എപ്പോഴും സംരക്ഷിക്കണം. പ്രത്യേകിച്ച് മെൻസ്ട്രേഷൻ, നമ്മുടെ മെൻസസ് പീരീഡ്, ഈ സമയത്ത് നിങ്ങൾക്ക് ശാരീരികമായി വേദനയോ കടച്ചിലോ പ്രയാസമോ ഉണ്ടെങ്കിൽ നിങ്ങൾ ആരോഗ്യത്തെ ഇനിയും പുനഃക്രമീകരിക്കേണ്ടിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കണം.
മെൻസ്ട്രേഷൻ സമയത്ത് പ്രത്യേകമായ വേദനകളോ കടച്ചിലോ തലവേദനയോ അത് ആരോഗ്യം ഇല്ലാത്തതിൻ്റെ ലക്ഷണമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ടത് ഒന്നാമത്തത് ഈ ഭക്ഷണ രീതി മാത്രം ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾക്ക് പരിഹാരങ്ങളുണ്ടാകും. PCOD പോലെയുള്ള പ്രശ്നങ്ങൾ, മെൻസ്ട്രേഷനിൽ സംബന്ധമായ വേദനകളും ബുദ്ധിമുട്ടുകളും ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനാവശ്യമായ ഭക്ഷണ രീതികൾ പ്രത്യേകിച്ച് ഡോക്ടർമാരുടെയോ അല്ലെങ്കിൽ വെൽനസ് വിദഗ്ധരുടെയോ അഭിപ്രായ പ്രകാരമാണ് അവിടെ പ്രോസസ്സുകൾ സ്വീകരിക്കേണ്ടത്, നടപടികൾ സ്വീകരിക്കേണ്ടത്. തീർച്ചയായും അത് വെച്ചിരിക്കരുത്. അത് ശരീരത്തിന് അപകടം വരുത്തും, ജീവിതത്തിൽ തന്നെ അത് അവതാളത്തിലാക്കും. പക്ഷേ ഇത് തിരുത്തിയേ പറ്റൂ, തുടരേണ്ടതല്ല. ഇനി അടുത്തത്, നമ്മൾ മക്കളെ പരിപാലിക്കുന്ന സമയം. മക്കളെ പരിപാലിക്കുക എന്നത് നിങ്ങൾക്കൊരു കഷ്ടപ്പാടാണെങ്കിൽ നിങ്ങൾ തിരുത്തണം. ചെറിയ മക്കളുള്ളവർ പലപ്പോഴും കാരണം പറയാറുണ്ട്, എനിക്ക് ചെറിയ മക്കളാണ്. ചെറിയ മക്കളുണ്ട് എന്നത് നിങ്ങൾക്ക് ആനന്ദിക്കാനുള്ളൊരു കാരണം മാത്രമാണ്, ഒരിക്കലും നിങ്ങൾ അസ്വസ്ഥതപ്പെടുത്താനുള്ള കാരണമാകരുത്. എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ സന്താന പരിപാലനം അറിയാതിരിക്കുന്നു. അതുമാത്രം ഒരു 3 മണിക്കൂർ സംസാരിച്ചാൽ മാത്രമേ എനിക്കത് വല്ലതും പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഒറ്റവാക്കിൽ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയുന്നു, സന്താന പരിപാലനം ഒരു ഗെയിം പോലെ, ഒരു കളി പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നില്ലെങ്കിൽ യു ഹാവ് മിസ്, നിങ്ങൾക്ക് അവിടെ തെറ്റുണ്ട്, അബദ്ധമുണ്ട്, തിരുത്തണം. ഇതുപോലെ തന്നെയാണ് ഗൃഹഭരണം. ഗൃഹഭരണം നിങ്ങൾ കരുതുന്നത് 2ാം നമ്പർ ഏർപ്പാടാണെങ്കിൽ നിങ്ങൾ ആ പണി എടുക്കരുത്. ഗൃഹഭരണം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലിയൊരു സാമൂഹ്യ സൃഷ്ടിപ്പിൻ്റെ ഭാഗമാണ്. നല്ലൊരു സമൂഹമുണ്ടാകുന്നത് നല്ലൊരു ഗൃഹഭരണത്തിൽ നിന്നാണ്. ഞാനിത് പറയുമ്പോൾ വിശദമായി സംസാരിക്കേണ്ട ഒരു വിഷയമാണത്. അതിൻ്റെ ആണിക്കല്ല് മാത്രം, അതിൻ്റെ പ്രധാന വശം മാത്രം പറയുന്നു. നിങ്ങൾക്കൊരു ഗൃഹഭരണത്തിൻ്റെ ഭാഗമായി നിങ്ങൾ ശുചീകരിക്കുന്നു, അടിച്ചു വാരുന്നു, തുടക്കുന്നു, അലക്കുന്നു, മറ്റു കാര്യങ്ങൾ ചെയ്യുന്നു. ഇത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ക്ഷീണമുണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ കറക്റ്റ് റൂട്ടല്ല. നിങ്ങൾ വല്ലതും കഴിയുമ്പോഴേക്ക് ക്ഷീണം ഉണ്ടാകുന്നു, വല്ലത് തളർന്നു പോകുന്നു, എന്നാൽ നിങ്ങൾക്ക് എവിടെയോ പിശകുണ്ട്. എന്താ വേണ്ടത്? നിങ്ങൾ ചെറിയ കുട്ടികൾ ഫുട്ബോൾ കളിക്കുന്നത് കണ്ടിട്ടുണ്ടോ? ക്രിക്കറ്റ് കളിക്കുന്നത് കണ്ടിട്ടുണ്ടോ? യെസ്. ക്രിക്കറ്റ് കളിക്കുമ്പോൾ സുബ്ഹാനല്ലാഹ് എന്ത് പാച്ചിലാണ് അവർ പായുന്നത്. അതെങ്ങാനും നേരെ പാഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങ് കോഴിക്കോടോ അല്ലെങ്കിൽ തിരുവനന്തപുരത്താണ് ഞാനെത്തും. അമ്മാതിരി ഓട്ടം. എന്നാൽ ഇതെല്ലാം കഴിഞ്ഞിങ്ങനെ വേർത്ത് കുളിക്കുമ്പോൾ അവർക്ക് സങ്കടം ഉണ്ടാവോ? ക്ഷീണം ഉണ്ടാവോ? ഇല്ല, അവർക്കൊരു സുഖമാണത്. അതന്നെയല്ലേ നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ മൈൻഡ് മാറണം. നമ്മുടെ മൈൻഡിൽ ഈ മൈൻഡ് സെറ്റ് കൊണ്ടുവരണം. അഥവാ ഇത് നിങ്ങളുടെ ആരോഗ്യത്തിന് അനിവാര്യമായൊരു പ്രോസസ്സാണ്, നിങ്ങളുടെ സുഖത്തിന് അനിവാര്യമായൊരു പ്രോസസ്സാണ്. നിങ്ങൾ ഈ കൊട്ടാരത്തിലെ രാജ്ഞിയാണ്. ഇവിടുത്തെ യഥാർത്ഥ തീരുമാനമെടുക്കുന്ന യഥാർത്ഥ പോരാളിയാണ് നിങ്ങൾ. ഏറ്റവും വലിയ മഹത്വമുള്ള സൽക്കർമ്മം. ഇസ്ലാമിക് കൺസെപ്റ്റ് വളരെ ഈസി ആയിട്ടോ പറയാനും പ്രയോഗവൽക്കരിക്കാനും ഈസി. എന്താ? ഒരാൾ ഗൃഹഭരണത്തിൻ്റെ ഭാഗമായി പണിയെടുക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ കാഴ്ചപ്പാട് എന്താ? ഒരു പുരുഷൻ ജുമാഅക്ക് പോകുന്നു, ജമാഅത്തിന് പോകുന്നു, ജോലി ചെയ്യുന്നു, ഇതെല്ലാം വളരെ വളരെ പണിപ്പെട്ട പണിയാണ്. എന്നാൽ ഇതെല്ലാം ചെയ്തതിൻ്റെ മഹത്വവും പ്രതിഫലവും നിങ്ങൾക്ക് നിങ്ങളുടെ ഏടിൽ ലഭിക്കും. എപ്പോ? നിങ്ങൾ ഈ ഗൃഹഭരണം നടത്തുമ്പോൾ. ഗൃഹഭരണത്തെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ പുറത്തിറങ്ങിയൊരു ടീച്ചറായാൽ, നിങ്ങൾ പുറത്തിറങ്ങിയൊരു അഡ്വക്കേറ്റായാൽ, നിങ്ങൾ പുറത്തിറങ്ങിയൊരു ഡോക്ടറായാൽ, നിങ്ങൾ പുറത്തിറങ്ങിയൊരു വക്കീലായാൽ, നിങ്ങൾ സമൂഹത്തിന് നൽകുന്ന കോൺട്രിബ്യൂഷൻ എന്താണോ, നിങ്ങളുടെ വിഹിതം എന്താണോ, ആ വിഹിതത്തിൻ്റെ എത്രയോ എബോ ആണ്, എത്രയോ മേലെയാണ് നിങ്ങളുടെ ഗൃഹഭരണം എന്ന ആർട്ട്. ആ കല അത് എത്രയോ മേലെയാണ്. പക്ഷെ അത് ആസ്വദിച്ച് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റിയാൽ നിങ്ങളുടെ ചുറ്റിലുമുള്ള നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ ഭർത്താവ്, മാതാപിതാക്കൾ, സഹോദരന്മാർ, സഹോദരിമാർ, ഇവരുടെ എല്ലാ മൈൻഡിന് ചേഞ്ച് ഉണ്ടാകും. നിങ്ങൾക്കിത്തരം ഒരു മനോഭാവമുണ്ടെങ്കിൽ നിങ്ങളെ ചുറ്റിലുള്ളവർ മാറുന്നത് കാണാം. ഇതൊരു മാജിക്കൽ റിസൾട്ടാണ്. ഇതിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുന്നു. അത് വിശദീകരിക്കുന്നില്ല. ഇനി സന്താന പരിപാലനത്തെക്കുറിച്ച് ഞാൻ ഒറ്റവാക്കിൽ പരാമർശിച്ചു, ഗൃഹഭരണത്തെക്കുറിച്ച് പരാമർശിച്ചു. ഇനി എനിക്ക് പരാമർശിക്കാനുള്ളത് നേരത്തെ പറഞ്ഞതിൻ്റെ ഒരു വാക്കവും കൂടിയുണ്ട്, സ്നേഹഭാഷ.
സ്നേഹഭാഷ നമ്മുടെ ജീവിതത്തിൽ വ്യാപകമായി അപ്ലൈ ചെയ്യുക. അപ്പോൾ ഭർത്താവിനോടുള്ള പെരുമാറ്റത്തിൽ അവരെ കീഴടക്കാൻ നമുക്ക് പറ്റിയ 5 സ്നേഹഭാഷകൾ നിങ്ങൾക്ക് നോട്ട് ചെയ്യാം. 1 ഫിസിക്കൽ ടച്ച്, 2 വേർഡ് ഓഫ് അഫർമേഷൻ, 3 റിസീവിങ് ഗിഫ്റ്റ് കൈമാറുക എന്നതൊരു സ്നേഹഭാഷയാണ്. ഗിഫ്റ്റ് എന്ന് പറയുമ്പോൾ ഐഫോൺ പ്രോ മാക്സ് അങ്ങനെ ഉണ്ടോയെന്ന് അറിയില്ല കേട്ടോ. വലിയ വിലപിടിപ്പുള്ള സാധനങ്ങൾ എന്നതല്ല ഗിഫ്റ്റിൻ്റെ അർത്ഥം. നിങ്ങൾ ഗിഫ്റ്റായിട്ട് നൽകുന്ന വസ്തു എന്ന് മാത്രമേ അതിനർത്ഥമുള്ളൂ. അത് നിങ്ങളുടെ ഹാൻഡ് ക്രാഫ്റ്റിംഗ്, നിങ്ങൾ കൈകൊണ്ട് നിർമ്മിക്കുന്ന നിർമ്മാണങ്ങളാകാം, നിങ്ങൾ സ്റ്റിച്ച് ചെയ്തുണ്ടാക്കിയ ഭംഗിയുള്ള ഫ്ലവറാകാം, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഏത് വസ്തുവാകാം. കാഴ്ചക്ക് ഭംഗിയുള്ള, കൂടുതൽ വിലപിടിപ്പില്ലാത്ത അത്തരം വസ്തുക്കളാണ് ഗിഫ്റ്റായിട്ട് നൽകേണ്ടത്. ഇത് സ്നേഹഭാഷയാണ്. 3 ഞാൻ പറഞ്ഞു. 4-മത്തത് എന്താ? ക്വാളിറ്റി ടൈം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒന്നിച്ചിരുന്ന് പരസ്പരം കേൾക്കുന്ന അവസ്ഥയാണ്. നമ്മുടെ ജീവിതം തന്നെ അടിമുടി മാറാൻ കാരണമാകുന്നൊരു വിഷയമാണ്. ഒരിക്കലും ഒരു സഹോദരി എന്നോട് പറഞ്ഞു, സാധേ ആകെ 2 മാസമാണ് ഭർത്താവ് ഉണ്ടാകുക. പലപ്പോഴും 1 മാസമാകുമ്പോൾ ഞാൻ കരുതും ഇയാളൊന്ന് പോയി കിട്ടിയെങ്കിൽ. പലപ്പോഴും വരാൻ ആഗ്രഹിക്കാറുണ്ടായിരുന്നു, ഇപ്പോൾ വരാൻ തന്നെ ആഗ്രഹിക്കില്ല. വരുമെന്ന് അറിയുമ്പോൾ ഒരു തരം ബേജാറാ. ഇനി പോയാൽ വല്ലപ്പോഴും ഒന്ന് വിളിച്ചിരുന്നെങ്കിലെന്ന് കരുതും. പ്രത്യേകിച്ച് മെൻസ്ട്രേഷൻ എടുക്കുമ്പോൾ, മൂഡ് സ്വിങ്സ് ഉണ്ടാകുമ്പോൾ എനിക്ക് ഇയാളോട് ഒരുപാട് ദേഷ്യം വരും. ചിലപ്പോഴൊക്കെ ഞാൻ പറയും എന്നെ ഇട്ടേച്ച് പോകാനൊക്കെ പറയും. പക്ഷെ പിന്നെ എനിക്ക് തോന്നും വേണ്ടിയില്ലായിരുന്നു. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, ഒന്ന് വിളിച്ചാൽ ജോലി സ്ഥലത്ത് നിന്ന് ലേബർ റൂമിലേക്ക് പോകുമ്പോൾ വിളിച്ചാൽ ധൃതി. എനിക്ക് ഭയങ്കര ദേഷ്യം വരും. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ വിളിച്ചിട്ട് എന്താണ് സംസാരിക്കാറുള്ളത്? അടുത്ത ആഴ്ച വരുമ്പോൾ നിങ്ങളുടെ സംസാരം ഇൻ ഡീറ്റെയിൽ നോട്ട് ചെയ്തിട്ട് വരിക എന്നാണ് ഞാൻ പറയാം. അപ്പോൾ അവർ പറഞ്ഞു, ശരിയാ, എൻ്റെ സംസാരത്തിൽ ഞാൻ എൻ്റെ പരാതികളുടെ കെട്ടഴിക്കാനാണ് ഉപയോഗിക്കുന്നത്. അവർ പറയുന്നു, മോളെ ഞാൻ ലേബർ സ്പേസിൽ ഭയങ്കര പ്രതിസന്ധിയാണ്. പലരും പലതരം പാരം വലിക്കലും കൂറുമാറലും പലതരം പ്രതിസന്ധിയാണ്. ഇതിനിടയിലാണ് ഒന്ന് വിളിക്കുന്നത്. നിൻ്റെ കാര്യമെങ്കിലും ദയവായിട്ട് നീ ഒന്ന് ഡീൽ ചെയ്യും. അപ്പോഴാണ് പ്രശ്നം ഉണ്ടായത്. അപ്പോൾ എന്നെ കേൾക്കാൻ നിങ്ങൾക്ക് സമയമില്ലല്ലേ? ഞാൻ തിരിച്ചു ചോദിച്ചു, നീ അയാളെ കേട്ടോ? അയാൾ നിന്നോട് എന്ത് പറഞ്ഞിരുന്നു? അയാളുടെ ജോലി സ്ഥലത്തെ പ്രശ്നം പറഞ്ഞിരുന്നു. നീ എന്താ ചെയ്തത്? പുറം കാലം കൊണ്ട് തട്ടി. നിന്റെ വീട്ടിലാണ് നീ ജീവിക്കുന്നത്, അയാളോ? നിന്റെ നാട്ടിലാണ് നീ ജീവിക്കുന്നത്, അയാളോ? അയാൾ നിനക്ക് വേണ്ടി നാട് വിട്ടു, നിനക്ക് വേണ്ടി നിന്റെ സ്വന്തം വീട് ഉപേക്ഷിച്ചു, നിനക്ക് വേണ്ടി സ്വന്തം കുഞ്ഞിനെ പോലും കാണാൻ കഴിയാതെ കഴിയുന്നു. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ജോലി സ്ഥലത്തൊരു വിഷയം പറയുമ്പോൾ ഇത് തട്ടുന്നു. ജസ്റ്റ് ലിസൺ. ഒന്ന്, ജോലി സ്ഥലത്ത് അങ്ങനെ ആയിരുന്നോ? ഇനി എന്താ കാക്ക എന്താ ചെയ്യുന്നത്? ഇവിടെ നിങ്ങളുടേതായ ലാംഗ്വേജിൽ കാക്കു ഇനി എന്താ കാട്ടുന്നത്, ഇനി എന്താ ചെയ്യാൻ പോകുന്നത് എന്ന് ചോദിച്ച് അവരെ ഒന്ന് ജസ്റ്റ് സപ്പോർട്ട് ചെയ്താൽ. ശ്രദ്ധിക്കണം, ഇടിച്ച് കയറണ്ട. ആരോടാ തല്ലുണ്ടായത്? അയാളെ പേരെന്താ? അങ്ങനെ പോകണ്ട. അവർക്ക് പറയാൻ താല്പര്യമുള്ള അളവിൽ ചോദിച്ചാൽ മതി, അതിൻ്റെ അപ്പുറം ചോദിക്കരുത്. ശ്രദ്ധിക്കണം. അതായത് ആവശ്യമുള്ള അളവിൽ എടുത്താൽ മതി, കൂടുതൽ എടുത്താൽ പരുക്കുണ്ടാകും. സഹോദരിമാർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ഈ അടുത്തൊരു ദിവസം ഒരു സഹോദരി വലിയ ആശങ്ക പറയാണ്. എന്താ ആശങ്ക എന്നറിയോ? ഭർത്താവ് ഒരു ജോലിയിൽ നിന്ന് പിരിഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ അടുത്ത ഒരു ജോലി ആയിട്ടില്ല, അതുകൊണ്ട് എനിക്ക് ഭയങ്കര തലവേദനയാണ്. ഞാൻ ചോദിച്ചു, നിങ്ങളെ വയസ്സ് എത്രയാ? 27. കല്യാണം കഴിഞ്ഞിട്ട് എത്ര കൊല്ലമായി? 6 കൊല്ലമായി. ഇത്രയും കാലം ജോലി ഉണ്ടായിരുന്നു? ജോലി ഉണ്ടായിരുന്നു. നിങ്ങളെ ചിലവാരായി ഇത്രയും കാലം നോക്കിയത് ഭർത്താവാണ്. ഡ്രസ്സ് ഭർത്താവ്, നിങ്ങളെ യാത്രാ ചെലവുകൾ ഭർത്താവ്. ഈ 6 കൊല്ലം നിങ്ങളെ നോക്കിയ ഭർത്താവിൻ്റെ ഇപ്പം നഷ്ടപ്പെട്ട ജോലിയെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കുന്നത് എന്തിന്? എന്നിട്ട് ഈ തലവേദനയും കൂടി ഈ ജോലിയില്ലാത്ത ഭർത്താവിൻ്റെ തലയിൽ. എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്? ഭർത്താവിന് ജോലി നഷ്ടപ്പെട്ട സമയത്ത് ഒറ്റ വാക്ക് മതി, ഐ ആം വിത്ത് യു,
അനമാക്, ഞാനുണ്ട് കൂടെ. നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക. നിങ്ങൾ ആവിഷ്കരിക്കൂ, സ്വതന്ത്രമായി നിങ്ങൾ ജീവിതം ആവിഷ്കരിക്കൂ. ഞാൻ സപ്പോർട്ട് ചെയ്യാം, ഞാൻ കൂടെ ഉണ്ട്. ഏത് ത്യാഗത്തിനും ഞാൻ സന്നദ്ധമാണ്. അതാണ് സുഖമുള്ള ജീവിതം. അർത്ഥമുള്ള ജീവിതം എന്താ? എല്ലാ സൗകര്യങ്ങളും, യാത്ര ചെയ്യാൻ കാറ് വേണം, ധരിക്കാൻ ഓരോ ചടങ്ങുകൾക്കും പ്രത്യേകം പർദ്ദ വേണം. അങ്ങനെ തുടങ്ങി കണ്ടീഷനുകളോടുകൂടെ ജീവിക്കുന്നത്, സൗഖ്യങ്ങളുടെ പട്ടികകൾ എഴുതി ജീവിക്കുന്നത്, അത് അർത്ഥമില്ലാത്ത ജീവിതമാണ്. മൂല്യമുള്ള ജീവിതം എന്താ? നിങ്ങൾ ഫലസ്തീനികളെ കണ്ടില്ലേ? ഏത് പ്രതിസന്ധിക്ക് നടുവിൽ ഒരു പെരുന്നാൾ വരുമ്പോഴും അവർ തല കുനിക്കുന്നുണ്ടോ? ഇല്ല. അവർ ലോകത്തിന് മേലെ തല ഉയർത്തി നിൽക്കുന്നു. ഇഞ്ചിഞ്ചായി അവരെ കൊല്ലുന്ന സമയത്തും ലോകത്തിന് മുമ്പിൽ അവരെ തലയുയർത്തി ജീവിക്കുന്നു. ഫലസ്തീനികളുടെ ആത്മാഭിമാനത്തിൻ്റെ മുന്നിൽ അഴുക്കുകളാണ് ഇസ്രായേലികളും അവരെ സപ്പോർട്ട് ചെയ്യുന്ന ലോകരാജ്യങ്ങളും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നാം നമ്മുടെ ഭർത്താവിനെ സപ്പോർട്ട് ചെയ്തിട്ടൊരു കുടുംബജീവിതം കെട്ടിപ്പടുക്കുന്നതിലെ പ്രധാനപ്പെട്ട ഒരു എലമെൻ്റായി, പ്രധാനപ്പെട്ട ഒരു ജുസ് ആയി നാം വർക്ക് ചെയ്യുന്ന സമയത്ത് യു ആർ ദി ഗ്രേറ്റ്. നിങ്ങൾ ഉന്നതരാണ്, നിങ്ങൾ സമുന്നതരാണ്, നിങ്ങളാണ് ജീവിതത്തിൻ്റെ വക്താക്കൾ, നിങ്ങളാണ് ഒരു മനുഷ്യൻ്റെ മൂല്യമുള്ള ജീവിതത്തിൻ്റെ വക്താക്കൾ നിങ്ങളാണ്. ഇവിടെയാണ് നമ്മൾ മാറേണ്ടത്. അപ്പോൾ ഈ ഭർത്താവിനൊന്ന് കേൾക്കുന്നു. അവർ പറയുന്ന ഒരു വിഷയം പറയുന്നു. അവർ പറയുന്നു, അടുത്തൊരു ദിവസം നമ്മുടെ അവിടെ ഒരു പാരൻറ്റിങ്ങിൻ്റെ ഒരു ക്ലാസ് നടക്കുന്നുണ്ട്, നീ പോകുന്നു. എനിക്ക് ഒരുപാട് പണിയുണ്ട്, പോകാനാണ് ഉദ്ദേശിക്കുന്നത്, പക്ഷെ ആദ്യം പറയാൻ നെഗറ്റീവാണ്. അങ്ങനെ പറയരുത്. അവരുടെ ഉദ്ദേശ്യത്തെ ഇൻറ്റൻഷൻ ബേസ്ഡ് ലിസൺ, അവരുടെ ഉദ്ദേശ്യാർത്ഥത്തിൽ അവരെ ഒന്ന് കേൾക്കുക. ഈ മനസ്സുണ്ടോ? നിങ്ങളുടെ ക്വാളിറ്റി ടൈമാണ് നിങ്ങളുടെ ഫോൺ കോൾ. വിളിക്കുന്ന സമയത്ത് ആശങ്കകൾ പറയുന്നതിന് പകരം അവർ സംസാരിക്കുന്നത്, അവരുടെ സംസാരത്തിൻ്റെ ഉദ്ദേശ്യ ലക്ഷ്യത്തിലൂടെ ഒന്ന് കേട്ടു നോക്കൂ. അവർ നിങ്ങളുടെ അടിമയായിരിക്കും. ഭർത്താവ് നിങ്ങളുടെ അഡിക്റ്റായിരിക്കും. നിങ്ങളുടെ ഒരു ഫോൺ കോൾ, നിങ്ങളുടെ കൂടെയുള്ളൊരു നിമിഷം അവർക്ക് ഈ ലോകത്തെ ഏറ്റവും ധന്യമായ നിമിഷമായിരിക്കും. നിങ്ങൾ വേണ്ടത് ജസ്റ്റ് ലിസൺ. അതിനാണ് ക്വാളിറ്റി ടൈം എന്ന് പറയുക. അവർ സംസാരിക്കുമ്പോൾ ക്രോസ് ചെയ്യരുത്. അവരൊരാഗ്രഹം പറയുമ്പോൾ ക്രോസ് ചെയ്യരുത്. ഫസ്റ്റ് കേൾക്കുക. കേട്ടിട്ട് അതിൻ്റെ സാധ്യതകൾ മാക്സിമം അലോ ചെയ്യുക. പരസ്പരം ഉൾക്കൊണ്ട് പരസ്പരം ചേർന്ന് നിന്ന് ഒരു നിർമ്മിതിയുടെ വക്താക്കളാണെന്ന ബോധ്യത്തിൽ ഉയരുക. അപ്പം നിങ്ങൾ അർത്ഥമുള്ളവരാണ്. ഇങ്ങനെ ചേരാൻ ചേർന്ന് നിൽക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? നിങ്ങൾ ഒരിക്കലും ഡോണ്ട് ഫിയർ. നിങ്ങൾ പേടിക്കണ്ട. നിങ്ങൾക്ക് ഭയം ആവശ്യമില്ല. വിവാഹ ജീവിതം എന്ന് പറയുന്നത് ഒരു സമൂഹത്തിന് വഴി കാട്ടാനുള്ള മാർഗമായിട്ട് നിങ്ങൾക്ക് ലീഡ് ചെയ്യാൻ പറ്റും. ഒളിച്ചോടുന്നത് ഭീരുത്വമാണ്. മാതാവും പിതാവും പിരിഞ്ഞു കഴിയുകയാണ്. വർഷങ്ങളായി അവർ പിരിയുന്നു. അതിൻ്റെ നോവെൻ്റെ മനസ്സിൽ ഇന്നുമുണ്ട്. എൻ്റെ ഒരു വിവാഹം ആലോചിക്കുമ്പോൾ ഇപ്പോഴും ഞാൻ കാണുന്നത് അതിന് സമാനമായൊരു ജീവിതമാണ്. ഇതിൽ നിന്ന് മാറി നിങ്ങൾക്കുണ്ടാകേണ്ട രണ്ട് ക്വാളിറ്റി: ഒന്ന്, വിവാഹത്തിൻ്റെ മൂല്യം ഉൾക്കൊണ്ട് ഏറ്റെടുക്കുക. സധൈര്യമുള്ളൊരു സമരമാണത്. രണ്ട്, നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ. ആര് ഇങ്ങോട്ട് എങ്ങനെ എന്നതിൻ്റെ മാറ്ററല്ല, മറിച്ച് ഞാൻ ഏതൊരു മനുഷ്യനോടും മൂല്യമുള്ള, സ്നേഹമുള്ള, സൗരഭ്യമുള്ള ഒരു പെരുമാറ്റത്തിൻ്റെ വക്താവായിരിക്കും. ജീവിതത്തിൻ്റെ പ്രാരാബ്ദങ്ങളെ നെഞ്ചോട് ചേർത്ത് വെച്ച് ജീവിക്കും എന്ന് തീരുമാനിക്കുകയാണെങ്കിൽ നിങ്ങളെ പരാജയപ്പെടുത്താൻ ഒരു ദാരിദ്ര്യത്തിന് കഴിയില്ല. നിങ്ങളെ ഭയപ്പെടുത്താൻ ഒരു പെരുമാറ്റ ദൂഷ്യത്തിനും കഴിയില്ല. നിങ്ങളെ നോവിക്കാൻ ഒരു കുറ്റപ്പെടുത്തലിനും കഴിയില്ല. നിങ്ങളാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ പോരാളികൾ. നിങ്ങളാണ് ഒരു സമൂഹത്തിൻ്റെ സൃഷ്ടിപ്പിൻ്റെ വക്താക്കൾ. എനിക്ക് എൻ്റെ ബഹുമാന്യരായ സഹോദരിമാരോട് പറയാനുള്ളത് ഇത്രയുമാണ്. നിങ്ങൾ ധന്യരാണ്, നിങ്ങൾ സമുന്നതരാണ്. ചെറിയൊരു ചരിത്രം കൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ സംസാരം ക്ലോസ് ചെയ്യുന്നു. പറയണമെന്നുണ്ടായിരുന്നു, പക്ഷേ നിങ്ങളെയും എന്നെയും ക്ഷീണിപ്പിക്കരുതല്ലോ. ബഹുമാനപ്പെട്ട നസീബത്തുൽ മാസിനിയ റളിയല്ലാഹു അൻഹ, ഉഹുദിൻ്റെ പോരാട്ടം ഗംഭീരമായി മറിഞ്ഞുകൊണ്ടിരിക്കുന്നൊരു സന്ദർഭം.
ശത്രുക്കളിൽ ഒരാൾ ഇന്നി ഖതൽതു മുഹമ്മദ എന്നുറക്കെ വിളിച്ചു പറഞ്ഞപ്പോൾ സ്വഹാബത്തിൽ പലരും പതറിപ്പോയൊരു സന്ദർഭം, സൈന്യം ചിതറിപ്പോയൊരു സന്ദർഭം. ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ 11 പേര് മാത്രം. അതിൽ 10 പേരും അൻസ്വാരികളായ മദീന നിവാസികൾ, ഒരാൾ മാത്രം മുഹാജിറുകളിൽ നിന്നുള്ളവർ. ശത്രുക്കൾ നബിതങ്ങളെ ലക്ഷ്യം വെച്ച് ഓടി വന്നുകൊണ്ടിരിക്കുന്നു, ആയുധങ്ങൾ ഉപയോഗിക്കുന്നു, അമ്പുപയോഗിക്കുന്നു, വാളുപയോഗിക്കുന്നു. ഈ ശത്രുക്കൾക്ക് നേരെ ഓരോരുത്തരായി ഇറങ്ങി നിന്ന് പോരാടുന്നു, നബിതങ്ങളെ ദൂരേക്ക് മാറ്റിക്കൊണ്ടുപോകുന്നു, പർവ്വതത്തിൻ്റെ ഉഹദിൻ്റെ മേലേക്ക് കൊണ്ടുപോകുന്നു. 10 പേരും മരിച്ചു വീഴും, ഇഞ്ചിഞ്ചിഞ്ചായി പൊട്ടിത്തെറിച്ച് ശരീരം നുറുങ്ങി മരിക്കുന്നു. ഈ നിമിഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നേരെ ഓടി വന്നിട്ട് ശത്രുക്കൾക്ക് നേരെ പോരാടാൻ തുനിഞ്ഞ വനിത കൂടിയാണ് നസീബത്തുൽ മസ്നിയ റളിയല്ലാഹു അൻഹ. തൻ്റെ ഭർത്താവും തൻ്റെ മകനും മരിച്ചു വീഴുന്ന നിമിഷം പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് നസീബത്തുൽ മസ്നിയ റളിയല്ലാഹു അൻഹ പറഞ്ഞത്, നബിയെ അങ്ങ് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി എന്നായിരുന്നു. ഈ ലോകത്ത് പലർക്കും പലരോടും മതിപ്പുണ്ടാകാറുണ്ട്, പലരോടും അട്രാക്ഷൻ ഉണ്ടാകാറുണ്ട്, പലരോടും വിധേയത്വം ഉണ്ടാകാറുണ്ട്. പക്ഷേ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട എല്ലാ മൂല്യങ്ങളും മനുഷ്യ ചരിത്രത്തിൽ പഠിപ്പിച്ച ഏക നേതാവായ സയ്യിദുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച മൂല്യങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ച വനിതകളിൽ ഒന്നായ നസീബത്തുൽ മസ്നിയ റളിയല്ലാഹു അൻഹ തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് മരിച്ചു വീഴുമ്പോഴും മനുഷ്യർക്കുണ്ടാകേണ്ട മൂല്യങ്ങൾക്ക് വേണ്ടി എൻ്റെ ഭർത്താവ് മരിക്കുമ്പോഴും അത് മരണമല്ല, ആ മരണത്തെ നെഞ്ചോടേറ്റി ഭർത്താവിൻ്റെ കൂടെ നിൽക്കുന്ന നബിതങ്ങളുടെ കൂടെ നിൽക്കുന്ന ഒരു വനിത, ആ നസീബത്തുൽ മസ്നിയ റളിയല്ലാഹു അൻഹക്ക് നബിതങ്ങളെ പ്രാർത്ഥന കിട്ടി. പിന്നീടുള്ളൊരു മകനായിരുന്നു ഹബീബ് ഇബ്നു സയ്ദ് റളിയല്ലാഹു അൻഹു. ഹബീബ് റളിയല്ലാഹു അൻഹുവിനെ നബിതങ്ങൾ ഒരു കത്തുമായി അയച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കത്തിനോടുള്ള വിരോധം കാരണം ഒരു രാജാവും ചെയ്യാത്ത പ്രതികാര നടപടി ഹബീബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ശരീരത്തിൽ നിന്ന് ഓരോ പീസ് മുറിച്ചിട്ടു ജീവനോടെ. ഓരോ കഷണം മുറിച്ചിടുമ്പോഴും നിലത്ത് കിടക്കുന്ന മാംസ കഷ്ണങ്ങൾ ജീവൻ കൊണ്ട് പിടക്കുന്നുണ്ട്. ശരീരത്തിൽ നിന്ന് രക്തം പമ്പ് ചെയ്ത് പുറത്തേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ആ സമയത്തെല്ലാം ഹബീബ് റളിയല്ലാഹു അൻഹു അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന ഈ പവിത്രമായ ആദർശത്തിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിന് വേണ്ടി ഉച്ചൈസ്തരം നിലക്കൊണ്ടു. ഓരോ പീസായി മുറിച്ച് ഹബീബ് റളിയല്ലാഹു അൻഹുവിനെ കൊന്ന വിവരം പറഞ്ഞപ്പോൾ നസീബത്തുൽ മസ്നിയ റളിയല്ലാഹു അൻഹ പറഞ്ഞത്, എൻ്റെ മകനെ 12 വയസ്സുള്ള സമയത്ത് മദീനയിൽ വെച്ച് നബിതങ്ങളുടെ കൈപിടിച്ച് ബൈഅത്ത് ചെയ്യിപ്പിച്ചത് ഈ ലോകത്ത് ധന്യമായി ജീവിക്കാൻ വേണ്ടിയാണ്. ഈ ലോകത്ത് ധന്യമായി ജീവിക്കാൻ വേണ്ടിയാ, മൂല്യങ്ങൾക്ക് വേണ്ടി ജീവിക്കാൻ വേണ്ടിയാ. അതുകൊണ്ട് എൻ്റെ മകൻ നേരത്തെ തന്നെ മൂല്യങ്ങളിൽ ഉറച്ചു നിന്ന് അവസാനം സ്വർഗത്തിലേക്ക് യാത്ര പോയതിൻ്റെ പേരിൽ നസീബ കരയില്ല എന്ന് പറഞ്ഞ പെണ്ണായിരുന്നു നസീബത്തുൽ മസ്നിയ റളിയല്ലാഹു അൻഹ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, സ്വന്തം മക്കളെ നാം വളർത്തണം, സ്വന്തം ഭർത്താവിനെ നാം വളർത്തണം, അവരെ ഉയർത്തണം, മൂല്യങ്ങളുടെ പക്ഷം നിൽക്കണം. എല്ലാ തോന്നിവാസങ്ങളും നടക്കുമ്പോൾ തോന്നിവാസങ്ങൾക്കെല്ലാം ഏറാൻമൂളികളായി നമ്മൾ അതപ്പതിക്കരുത്. നസീബത്തുൽ മസ്നിയെ പോലെയുള്ള ധീര വനിതകളുടെ ലോകമായ സ്വർഗലോകം, ആ സ്വർഗലോകം മനസ്സിൽ കണ്ട് ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. പരിശുദ്ധ ദീന് പഠിക്കാൻ പാലക്കാട് ജില്ലയിലെ ഈ മണ്ണാർക്കാടിൻ്റെ സ്വദേശമായ ഈ തെങ്കര പ്രദേശത്തെ ദാറുൽ ഫുർഖാൻ എന്ന സ്ഥാപനത്തിൽ നല്ലൊരു കാലയളവ് പഠിച്ചവരാണ് എൻ്റെ മുന്നിലിരിക്കുന്ന വിദ്യാർത്ഥിനികൾ. ഇപ്പോൾ നിങ്ങൾ കുടുംബിനികൾ, നിങ്ങൾ ഇനിയും നന്മയുടെ വക്താക്കളായി മരിക്കുവോളം ജീവിക്കണമെന്ന് ഈ സ്ഥാപനത്തിൻ്റെ വക്താക്കൾ ആഗ്രഹിക്കുന്നു, അഭിലഷിക്കുന്നു, നിങ്ങളോട് ആവശ്യപ്പെടുന്നു. ഇത് മുത്തുനബി സ്നേഹഭാഷയുടെ 4 വശമാണ് പറഞ്ഞത്. നിങ്ങളതിൻ്റെ വീഡിയോ കാണാൻ പറ്റുമെങ്കിൽ കാണണം കേട്ടോ. അതിലൊന്ന് എന്താ പറഞ്ഞ ഫിസിക്കൽ ടച്ച്, 2 വേർഡ് ഓഫ് അഫർമേഷൻ, 3 റിസീവിങ് ഗിഫ്റ്റ്, 4 ക്വാളിറ്റി ടൈം, 5 ആക്ട് ഓഫ് സർവീസ്. ചോദിച്ചത് നന്നായി. ആക്ട് ഓഫ് സർവീസ് എന്ന് പറയുന്നത്
സേവന സന്നദ്ധത. ഇപ്പോൾ ഭർത്താവ് വീട്ടിലേക്ക് വരുന്നു, ഡ്രസ്സ് അവിടെ തന്നെ ഉണ്ട്, എടുത്തു വെക്കാനൊക്കെ, എന്നാലും ഒന്ന് എടുത്ത് കയ്യിൽ കൊടുക്കുന്നു. അത് സ്നേഹഭാഷയാണത്. നമുക്കും അങ്ങനെ തന്നെയാണ്. നമ്മളിപ്പോൾ അടുക്കളയിൽ എല്ലാ പണിയും നമ്മൾ തന്നെ ചെയ്യും, എന്നാലും എന്തെങ്കിലും വേണമെന്നൊക്കെ ഒന്ന് ഒരാൾ ചോദിച്ചാൽ ഞാൻ ചെയ്തു തരട്ടെ എന്ന് വെച്ചൊരു ഹാപ്പി അല്ലേ. ആക്ട് ഓഫ് സർവീസ് ഭയങ്കര സ്നേഹഭാഷയാണ്. അത് നമ്മൾ യൂസ് ചെയ്യണം. ഇപ്പോൾ ഭർത്താവ് ഇറങ്ങുമ്പോൾ ഡ്രസ്സ് എടുത്തു കൊടുക്കുന്നു, എവിടെ എൻ്റെ ഷർട്ട്, എവിടെ എൻ്റെ ബനിയൻ, അവിടെ ഉണ്ടാവില്ല, നോക്കിയാൽ കാണൂലേ എന്ന് ചോദിക്കുന്നതിന് പകരം ഒന്ന് എടുത്തു കൊടുക്കുന്നു. അതൊരു ആക്ട് ഓഫ് സർവീസാണ്, ഭയങ്കര ഫലം ചെയ്യുന്ന സ്നേഹഭാഷയാണ്. താങ്ക്സ്. ഇനിമോർ വല്ലതും? ശുക്രൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ حمدا يوافي نعمه ويكافئ مزيدا اللهم صل وسلم وبارك على سيدنا محمد وعلى آل سيدنا ومولانا محمد أرحم الراحمين يا ربي. ഞങ്ങളെല്ലാവരെയും നീ സ്വീകരിക്കണം റഹ്മാനെ. ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ സർവ്വ തെറ്റുകുറ്റങ്ങളും നീ പൊറുക്കണേ റഹ്മാനെ. ജീവിതത്തിൽ നന്മകൾ ധാരാളം പഠിക്കാനും അത് ജീവിതത്തിൻ്റെ ഭാഗമാക്കാനും അതിൻ്റെ പ്രചാരകരായി ജീവിക്കാനും തൗഫീഖ് നൽകണേ അല്ലാഹ്. നന്മകളുടെ വക്താവായി മാത്രം ജീവിക്കാനുള്ള തൗഫീഖ് തരണേ അല്ലാഹ്. തിന്മകളുമായി വരുന്ന എല്ലാ ശക്തികളെയും നീ തകർക്കണേ റഹ്മാനെ. നീ ഞങ്ങൾക്ക് കാവലേകണേ അല്ലാഹ്. ഞങ്ങളുടെ ജീവിതത്തിൽ ആരോഗ്യവും സന്തോഷവും സമാധാനവും ഉള്ള ജീവിതം തരണേ റഹ്മാനെ. പടച്ചോനെ, കൂടെ ജീവിക്കുന്നവർക്കും സഹജീവികൾക്കെല്ലാം സ്നേഹവും സന്തോഷവും നൽകാനുള്ള ഒരു സൗഭാഗ്യം ഞങ്ങൾക്കെല്ലാവർക്കും നീ നൽകണേ റഹ്മാനെ. ഞങ്ങളൊക്കെ കൂട്ടുകൂടി ജീവിക്കുന്നവരാണ്, കുടുംബമായി ജീവിക്കുന്നവരാണ്. ഞങ്ങളുടെ കൂട്ടുകുടുംബാദികൾക്കെല്ലാം നീ ഖൈറ്, ബറക്കത്ത്, സന്തോഷം, ആരോഗ്യം പ്രദാനം ചെയ്യണേ റഹ്മാനെ. മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഞങ്ങളെ പ്രിയപ്പെട്ടവർ, ഞങ്ങളെ മക്കൾ, ഞങ്ങളെല്ലാവരെയും നിൻ്റെ കാവലുള്ളവരാക്കണേ അല്ലാ. ഭാഗ്യമുള്ളവരാക്കണേ അല്ലാ. സന്തോഷമുള്ളവരാക്കണേ അല്ലാ. നിൻ്റെ ഇഷ്ടമുള്ളവരാക്കണേ അല്ലാ. ഈമാനും തഖ്വയുള്ളവരാക്കണേ റഹ്മാനെ. അവസാനം മരിക്കുന്ന സമയം കലിമത്തു തൗഹീദ് ചൊല്ലി എല്ലാം തന്ന സൃഷ്ടാവായ യജമാനനായ രക്ഷിതാവായ നിന്നെ കാണണമെന്ന് അഭിലഷിച്ച് മരിക്കാൻ തൗഫീഖ് തരണേ അല്ലാഹ്. പടച്ചോനെ, ഞങ്ങളെ പ്രിയപ്പെട്ട പലരും ഖബറിലുണ്ട്. ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട ഇതിൻ്റെ പ്രധാന വക്താക്കളായി ജീവിച്ച പലരും ഇന്ന് ഖബറിലാണ്. ഞങ്ങളുടെ ബന്ധുക്കൾ, സ്ഥാപനത്തിൻ്റെ സഹകാരികൾ, എല്ലാവർക്കും നീ ഖബറിൽ ഇതിൻ്റെ തത്തുല്യ പ്രതിഫലം എത്തിക്കണേ റഹ്മാനെ. ഞങ്ങളെ എല്ലാവരെയും പടച്ചോനെ ആഖിറത്തിൽ രക്ഷപ്പെടുന്നവരാക്കണേ റഹ്മാനെ. സ്വർഗത്തിൻ്റെ വക്താക്കളാക്കണേ അല്ലാഹ്. നരകാവകാശികളാക്കരുതേ അല്ലാഹ്. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين. صلى اللهم وسلم وبارك على سيدنا محمد وعلى آل سيدنا ومولانا محمد والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.